ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2026 ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഒരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഹോക്കും എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ ട്രെയിലറും കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു മൂവിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വേറെ എന്താണ്, ഇതുപോലെയുള്ള കഥകൾ കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ കഥ പറയാനായിട്ട് ഞാനും തയ്യാറാണ്. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് നേരെ ഇന്നത്തെ ആ ഒരു കഥയിലേക്ക് പോയാലോ. ഈ കഥ തുടങ്ങുന്നത് ഒരു മരുഭൂമിയിൽ നിന്നാണ്. ഇപ്പൊ കാണിക്കുമ്പോൾ ഒരു പഴയ കാലത്തെ സോൾജിയറും അതേപോലെ തന്നെ അയാളോടൊപ്പം ഒരു ചെറിയ പയ്യനും അയാളുടെ കയ്യിൽ എന്തോ ഒരു മാപ്പ് വെച്ചിട്ട് എന്തോ ഒരു കാര്യം ഈ മരുഭൂമിയിൽ അന്വേഷിച്ച് ഇവർ രണ്ടുപേരും നടന്നു പോകുന്നു. കുറെ ദൂരം നടന്ന് ചെല്ലുമ്പോഴാണ് രണ്ടുപേരും ക്ഷീണിച്ചിട്ടുണ്ട്. അതുമല്ല, കുറച്ച് മുന്നേ നോക്കുമ്പോൾ ആ ഒരു സോൾജിയർ ഈ മരുഭൂമിയിൽ ഒരു സർക്കിൾ കാണുന്നു. അത് ചുവന്ന നിറത്തില് ഒരു സർക്കിള്. ഇത് കാണുമ്പോൾ നമ്മൾ രണ്ടുപേരും എത്തി എന്ന് പറഞ്ഞ് ആ ഒരു ചെറിയ പയ്യനെ വിളിച്ചിട്ട് ആ ഒരു സർക്കിളിന്റെ അടുത്തേക്ക് ചെന്ന് അതിനുള്ളിലേക്ക് കയറി ഇരുന്നിട്ട് ഇപ്പോൾ തന്റെ കയ്യിലൊരു കുപ്പിയുണ്ട്. ആ ഒരു കുപ്പി എടുത്ത് അതിനകത്ത് നിന്ന് വേറെ എന്തോ ഒരു പേപ്പർ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കുപ്പി അത്രയും സ്ട്രോങ് ആയതുകൊണ്ടും ഇയാളുടെ കൈ അതിലേക്ക് കയറാത്തത് കൊണ്ട് ആ ഒരു പേപ്പർ വെളിയിലേക്ക് എടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതെടുത്താൽ മാത്രമേ ഇവരിവിടെ വന്നിട്ടുള്ള ആ ഒരു കാര്യം അത് ചെയ്തു തീർക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇപ്പൊ ആ ഒരു കുപ്പി പൊട്ടിക്കല്ലാതെ അത് പുറത്തെടുക്കാൻ കഴിയാത്തത് കൊണ്ട് അയാൾ അത് അഴിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് കല്ലോ മറ്റു കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇപ്പോൾ വേറെ വഴിയില്ലാതെ ഈ കുപ്പി പൊട്ടിച്ചേ മതിയാവും. അതുകൊണ്ട് തന്റെ കൂടെ നിൽക്കുന്ന ആ ഒരു ചെറിയ പയ്യനുണ്ടല്ലോ, അവനെ അടുത്തേക്ക് വിളിച്ചിട്ട് അവനോട് തിരിഞ്ഞു നിൽക്കാനായിട്ട് പറയും. എന്നിട്ട് ആ ഒരു പയ്യന്റെ തലയിലേക്ക് കുപ്പി അടിക്കാനായിട്ട് വരുന്നുണ്ട്. ആദ്യം അയാളെ കൊണ്ടത് കഴിയുന്നില്ല. എന്നിട്ട് വീണ്ടും കുപ്പിയെടുത്ത് അടിക്കാനായിട്ട് വരുന്നതും ഇപ്പൊ കാണിച്ച ഇത്രയും കാര്യങ്ങൾ സത്യത്തിൽ നമ്മുടെ ഹീറോ എഴുതിയ അവന്റെ കഥയിലെ ഭാഗങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഹീറോയുടെ പേര് ബെയ്മൻ. അവനൊരു എഴുത്തുകാരനാണ്. അങ്ങനെ തന്റെ ഈ ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പിറകിൽ എന്തോ ഒരു ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. ഇതേ സമയം അവൻ താമസിക്കുന്ന ആ ഒരു വീടുണ്ടല്ലോ, അതിന്റെ പടിക്കെട്ടിൽ എന്തോ ഒരു രൂപം നിൽക്കുന്നത് പോലെ, അതും ഒരു സ്ത്രീയുടെ രൂപം. പക്ഷെ ഇതെന്തായാലും അവന്റെ വീട്ടിലെ ആളല്ല. അങ്ങനെ തന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ലൈറ്റ് എടുത്ത് ആ വശത്തേക്ക് അടിച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു രൂപത്തെ അവിടെ കാണാനില്ല. ഇതുപോലൊരു കാര്യം സംഭവിക്കും, അങ്ങ് പേടിച്ചു പോകും. സത്യത്തില് ഇപ്പൊ അവന്റെ പിറകെ വന്നത് ഹീറോയുടെ അമ്മയുടെ പ്രേതമായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് അവനിങ്ങനെ തോന്നാറുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഇപ്പോൾ ഒരു വലിയ ബോക്സ് എടുത്ത് അത് തുറക്കുകയാണ്. അതിനകത്ത് അവന്റെ അമ്മയുടെ അച്ഛന്റെ ചിതാഭസ്മം ഉണ്ടല്ലോ, അതിരിപ്പുണ്ട്. എന്താന്ന് വെച്ചാല് ഹീറോയുടെ അമ്മയും അച്ഛനും മരിച്ചിട്ട് ഇപ്പോൾ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അതുമല്ല, അവന്റെ അച്ഛനും അമ്മയും അവസാനമായിട്ട് പോയത് അയർലൻഡിലാണ്. അതുകൊണ്ട് ഈ ഒരു ചിതാഭസ്മവും അവിടെ തന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ച് ഇപ്പൊ ആ ഒരു ബോക്സിൽ അവന്റെ അമ്മയും അച്ഛനും പോയ ആ ഒരു സ്ഥലത്തിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഒരു തോക്കും ഇരിപ്പുണ്ട്. ഇങ്ങനെ ഈ ഒരു തോക്കും എടുത്ത് അടുത്ത സീനിൽ തന്നെ നമ്മുടെ ഹീറോ കാറിൽ ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അതും അവർ രണ്ടുപേരും അയർലൻഡിൽ എവിടെയാണോ ഹോട്ടലിൽ പോയി താമസിച്ചത് അതേ ഹോട്ടലിലേക്ക്. അങ്ങനെ ആ ഒരു ഹോട്ടലിലേക്ക് പോകുമ്പോൾ വഴിയിൽ ഒരാൾ ഒരു വാനിനകത്ത് താമസിക്കുന്നുണ്ട്. അതും കണ്ടിട്ടാണ് ഹീറോ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഹീറോ തന്റെ കാർ കൊണ്ടുവന്ന് ആ ഒരു ഹോട്ടലിന്റെ അടുത്തേക്ക് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഹോട്ടലിലേക്ക് കയറുമ്പോഴത്തേക്കും ആ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഫ്രാഗൽ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. അവൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫ്രാഗലിന്റെ അടുത്തോടെ നടന്നു പോകുമ്പോൾ അവൻ കാർ ക്ലീൻ ചെയ്യുന്നു. എന്താണെന്ന് വെച്ചാൽ കാറിന് മുകളിൽ എന്തോ കയറി അഴുക്കാക്കിയിട്ടുണ്ട്. അത് വേറൊന്നല്ല, ഒരു ആട്. ആ ആടിനെ അവിടെ ഷൂട്ട് ചെയ്ത് കൊന്നേക്കാണ്. ഇത് കണ്ട ഹീറോ ഫ്രാഗലിനോട് ചോദിക്കും, ഏയ്, ഒരു പാവ ആടിനെ എന്തിനാ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു കാറിന് മുകളിൽ കയറിയിട്ട് കാറെല്ലാം കീഴാക്കും, അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്തതെന്ന് പറയും. ഓക്കെ, നിങ്ങൾ എന്തായാലും അകത്തേക്ക് പോകാൻ വന്നതല്ലേ എന്ന് പറഞ്ഞ് ഹീറോയെ അകത്തേക്ക് പറഞ്ഞു വിടുന്നതും ഇതെന്തൊരു മനുഷ്യനാണെന്ന് നോക്കിയിട്ടാണ് ഹീറോ അകത്തേക്ക് പോകുന്നത്. ഇതേ സമയം ഹോട്ടലിനകത്ത് ഒരു വയസ്സായിട്ടുള്ള ഒരു അപ്പൂപ്പൻ രണ്ട് ചെറിയ കുട്ടികളുണ്ട് അവിടെ താമസിക്കാൻ വന്ന. അവരോട് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതുപോലെ കാടിനുള്ളിൽ എന്തോ ഒരു മന്ത്രവാദിനി ഉണ്ടെന്നും ആ മന്ത്രവാദിനി ഒരു ഗുഹയ്ക്കുള്ളിലാണ് താമസിക്കുന്നതെന്നും കാട്ടിലൂടെ പോകുന്ന ചെറിയ കുട്ടികളെ, സഞ്ചാരികളെ എല്ലാവരെയും കയ്യിൽ ചങ്ങലയെല്ലാം കെട്ടിയിട്ട് അവരെല്ലാവരെയും വലിച്ചെടുത്തുകൊണ്ട് പോയി അവരുടെ നഖം, സ്കിന്ന് ഇതെല്ലാം വലിച്ചൂരി അവരെ കൊല്ലുമെന്നെല്ലാം ഈ കുട്ടികളോട് പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ പേടിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ ഹീറോ പെട്ടെന്ന്, മക്കളെ, നിങ്ങളുടെ അച്ഛനമ്മയുടെ അടുത്തേക്ക് പോ എന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെ പറഞ്ഞു വിടുന്നു. എന്നിട്ട് പറയുന്നുണ്ട് അറിയാത്ത ആളുകളോട് ഇതുപോലെ സംസാരിക്കരുതെന്ന്. ഇപ്പൊ ഈ ഒരു റിസപ്ഷനിൽ നിൽക്കുന്ന മാലെന്ന് പറഞ്ഞിട്ട് ഒരുത്തനുണ്ട്. അവൻ ഇപ്പോൾ പതിയെ കുറച്ച് ലേറ്റ് ആയിട്ട് ഇറങ്ങി വരുന്നതും ആ വീൽ ചെയറിലിരിക്കുന്ന ആ ഒരു അപ്പൂപ്പൻ, എന്താ നല്ലപോലെ കിടന്ന് ഉറങ്ങുമായിരുന്നു? ഇല്ല സാർ, കുറച്ച് ജോലി ഉണ്ടായിരുന്നു, ലേറ്റ് ആയിപ്പോയി. സോറി എന്ന് പറയുമ്പോൾ എന്നോട് സോറി പറയുന്നതിനാ ഗസ്റ്റിനോട് സോറി പറയാൻ പറയുമ്പോൾ ഹീറോ പെട്ടെന്ന് ആ ഒരു അപ്പൂപ്പനെ നോക്കിയിട്ട്, അല്ല നിങ്ങളാരാ, നിങ്ങളെന്തിനാ ഇയാളെ വഴക്ക് പറയുന്നത് ചോദിക്കുമ്പോൾ, അതെ ഇതെന്റെ ഹോട്ടലാണെന്ന് പറയും. അപ്പൊ ആ ഒരു അപ്പൂപ്പന്റെ ഹോട്ടലായിരുന്നു അത്. അങ്ങനെ ഹീറോ തന്റെ റൂമിന്റെ കീ ഏതാണെന്ന് ചോദിക്കും. അതുമല്ല, തനിക്ക് അധികം ബഹളമൊന്നുമില്ലാത്ത ഒരു നല്ല റൂം വേണമെന്ന് പറയുമ്പോൾ ആ ഒരു മാനേജർ, ഓക്കെ സാർ, നല്ല റൂമിനെ തരാം. അതുമല്ല, നാളെ ഇവിടെ ഹാലോവീൻ ആഘോഷിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിന്റെ കോസ്റ്റ്യൂമോ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ടാന്ന് പറയും. അങ്ങനെ ഹീറോയെ അവന്റെ റൂമിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെ വെളിയിൽ ആ ഒരു ആടിനെ കൊന്നല്ലോ ഫ്രാഗൽ എന്ന് പറഞ്ഞിട്ട് അവനാണ്. അങ്ങനെ മുകളിൽ വരെ ബാഗ് കൊണ്ടുവച്ചിട്ട് അത് കഴിഞ്ഞ് ഇപ്പോൾ ഹീറോ തന്റെ റൂം കണ്ടുപിടിക്കാൻ വേണ്ടി നടന്നു പോവാണ്. എല്ലാ സ്ഥലവും ഏകദേശം ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് അവന് പെട്ടെന്ന് അത് മനസ്സിലാവുന്നില്ല.
അങ്ങനെ പോകുമ്പോഴാണ് ഒരു ലേഡി അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ്. അവൾ വന്നിട്ട് സാർ എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ എൻ്റെ റൂം ഏതാണെന്ന് അറിയാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് അവൾ പറയും ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഇപ്പോൾ ഹീറോയെ നേരെ ആ ഒരു റൂമിനടുത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഈ ഒരു സ്റ്റാഫിന്റെ പേര് ഫിയോന എന്നാണ്. അങ്ങനെ ഹീറോയുടെ റൂമിനകത്തേക്ക് വന്നിട്ടാണ് ഹീറോ തന്റെ കയ്യിലുള്ള ഫോട്ടോ എടുത്തിട്ട് ദേ ഈ ഫോട്ടോയിലുള്ള മരം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവന്റെ അമ്മയും അച്ഛനും ഇതിനു മുന്നേ വന്നെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അവന്റെ അമ്മ വന്നിട്ട് ഫോട്ടോ എടുത്തൊരു മരമാണത്. അങ്ങനെ ആ ഒരു ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നതും അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ ആ മരമുള്ള സ്ഥലത്തേക്ക് ചെല്ലും. എന്നിട്ട് എന്താണ് അവരുടെ രണ്ടുപേരുടെയും ചിതാഭസ്മം ആ ഒരു മരത്തിനടുത്താണ് ഹീറോ കൊണ്ടിടുന്നത്. എന്താണെന്ന് വെച്ചാൽ അവിടെ തന്നെ ഇടാനായിട്ടാണ് അവർ രണ്ടുപേരും ആഗ്രഹിച്ചതെന്ന് തോന്നുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ തിരിച്ച് ആ കാട്ടിലൂടെ നടന്നു വരുമ്പോൾ അവിടെയും ഇതുപോലൊരു ആട് ചത്തു കിടക്കുന്നത് കാണുന്നുണ്ട്. അതിനടുത്ത് ജെറി എന്ന് പറഞ്ഞ ഒരുത്തൻ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ആടിനെ കൊന്നതും ഫ്രാഗിൽ എന്ന് പറഞ്ഞിട്ട് അവനുണ്ടല്ലോ അവൻ തന്നെയാണ്. അങ്ങനെ അയാളോട് വന്ന് പരിചയപ്പെട്ടിട്ട് ഇപ്പൊ അയാള് കയ്യിലെന്തോ പാല് വെച്ചിട്ടുണ്ട്. ഇത് നിനക്ക് വേണമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും ഇല്ല അത് വേണ്ടാന്ന് പറയുമ്പോൾ അയാൾ തന്നെ ഉണ്ടാക്കിയ എന്തോ ഒരു മദ്യം ഹീറോയ്ക്ക് കുടിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് നമ്മുടെ ഹീറോ കുടിക്കുമ്പോഴത്തേക്കാണ് ജെറി പറയുന്നത് ഞാൻ കുടിക്കുന്ന ഈ ഒരു പാൽ അത് സാധാരണ പാലല്ല, ഇതിൽ ഞാനൊരു പ്രത്യേകതരം മഷ്റൂം മിക്സ് ചെയ്തിട്ടുണ്ട്, അത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല കിക്കായിരിക്കും എന്നെല്ലാം അവൻ പറയുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് ഹീറോ ഇപ്പോൾ അവനോട് പറയും ഓക്കെ എനിക്ക് സമയമായി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു മദ്യം കൊടുത്തതിന് ടാങ്ക്സ് എല്ലാം പറഞ്ഞ് ഹീറോ തിരിച്ച് ഹോട്ടലിലേക്ക് തന്നെ വരികയാണ്. ഇപ്പോൾ ഹോട്ടലിനകത്തേക്ക് വരുമ്പോഴത്തേക്കാണ് വെളിയിൽ കാണിക്കുമ്പോൾ ഒരാട് ആ കാറിന് മുകളിൽ കയറിയതുകൊണ്ടാണല്ലോ അതിനെ ഷൂട്ട് ചെയ്ത് കൊന്നതെന്ന് പറഞ്ഞത്. ഇപ്പൊ അതുപോലെ അതറിയാതെ വേറൊരാട് അതിന് മുകളിലേക്ക് കയറി നിൽക്കുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അകത്ത് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ ഫിയോണ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനോട് ഇപ്പൊ മദ്യപിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അവിടെ ഇരുന്നിട്ട് ആ ഒരു പെണ്ണിനോട് അവൻ എഴുതിയ ആ ഒരു കഥയുടെ അവസാനം ഉണ്ടല്ലോ അതെന്താണെന്ന് പറഞ്ഞു കൊടുക്കാണ്. അവനിപ്പോ എഴുതാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു കഥയുടെ അവസാനത്തില് ആ മരുഭൂമിയിലെ അയാള് ആ ഒരു പയ്യനെ തിരിച്ചു നിർത്തി ആ പയ്യന്റെ തലയിലേക്ക് ഈ കുപ്പി കൊണ്ട് അടിച്ച് അത് പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ആ ഒരു പയ്യൻ മരിച്ചു. പക്ഷെ ആ ഒരു കുപ്പി അപ്പോഴും പൊട്ടിയില്ല. അപ്പോൾ ഫിയോന ചോദിക്കും അല്ല ഇത്രയും ക്രൂരമായിട്ടൊക്കെ എഴുതണോ, ഇതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ പിന്നെന്താണ് ആ കുപ്പിയും പൊട്ടിക്കാൻ കഴിയാതെ മരുഭൂമിയിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ ഭ്രാന്തനെ പോലെ ചുറ്റി നടക്കാണ് ആ ഒരു സോൾജർ. ഇങ്ങനെയാണ് ഞാൻ ആ ഒരു കഥ പൂർത്തിയാക്കിയെന്ന് പറയും. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് ഫിയോണയെ കണ്ടിട്ട് ഹീറോ പറയുന്നത് നീ എൻ്റെ അമ്മയെ പോലെ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ അല്ല നിങ്ങളുടെ അമ്മ പ്രായമായതല്ലേ ഞാനും അതുപോലെയാണെന്ന് ചോദിക്കുമ്പോൾ അതല്ല ചെറുപ്പത്തിലേ എൻ്റെ അമ്മയെ കാണാൻ നിന്നെ പോലെ തന്നെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഫിയോന അല്ല നിങ്ങളുടെ അമ്മയും അച്ഛനും എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് വർഷമായുള്ളൂ മരിച്ചിട്ട്. എങ്ങനെയാ മരിച്ചത്? അതൊരു ആക്സിഡന്റ് ആയിരുന്നു. എൻ്റെ അമ്മ ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ആരോ ഒരാൾ തോക്കെടുത്ത് അമ്മയുടെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് കൊല്ലുമായിരുന്നു. അയ്യോ അപ്പോൾ ആ ഒരു കൊലയാളി എന്ത് ചെയ്തു? അവന് ശിക്ഷ വാങ്ങി കൊടുത്തോന്ന് ചോദിക്കുമ്പോൾ അവൻ ചെയ്ത തെറ്റിന് അവനെ തോക്കിലേറ്റണം. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്യാൻ മാത്രമേ പറയത്തുള്ളൂ. അപ്പോൾ നിന്റെ അച്ഛനെന്ത് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ അതിനുശേഷം നല്ലതുപോലെ കുടിച്ച് ശരീരം കേടായിട്ട് അങ്ങനെയാണ് മരിച്ചതെന്ന് പറയും. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഹീറോ മറ്റൊരു കാര്യം ചോദിക്കുന്നത് അല്ല ഈ ഒരു ഹോട്ടലിൽ പുതുതായിട്ട് വരുന്ന കപ്പിൾസ് ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റൂം ഉണ്ടെന്ന് ഞാൻ കേട്ടു, അല്ല ആ ഒരു റൂം തുറക്കാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ആ റൂം കാണണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ പല വർഷങ്ങളായിട്ട് അത് തുറക്കാറില്ല. അപ്പോൾ ഹീറോ ചോദിക്കാറില്ല ഇത്രയും വർഷമായിട്ട് അതെന്തിനെ അടച്ചിട്ടേക്കെന്ന് ചോദിക്കുമ്പോൾ ഫിയോണ പറയും അതിനെല്ലാം കാരണം ഒരു മന്ത്രവാദിനിയാണ്. മന്ത്രവാദിനിയോ? അതെ, പല വർഷങ്ങളായിട്ട് ആ അറയ്ക്കുള്ളിൽ ഒരു മന്ത്രവാദിനിയെ അടച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ആരും അങ്ങോട്ട് പോവാറില്ല. ഞാൻ പോകാമെന്ന് തീരുമാനിച്ചിട്ട് ഒരുപാട് പേരോട് അതിന്റെ കീ എല്ലാം ചോദിച്ചിരുന്നു പക്ഷെ ആരും തന്നില്ല. അപ്പോൾ ഹീറോ ചോദിക്കും അല്ല ഫിയോന അതിനകത്തൊരു മന്ത്രവാദിനി ഉണ്ടെന്ന് പറഞ്ഞു, നിനക്കതിന് പേടിയില്ലേ? നീ അകത്തേക്ക് ചെന്നിട്ട് ആ ഒരു മന്ത്രവാദിനി നിന്നെ പിടിച്ചാലോ? അപ്പോൾ ഫിയോന പറയും എന്നാ ഒരു മന്ത്രവാദിനിയും ചെയ്യത്തില്ല. അതെന്താ? കാരണം ഞാനൊരു ചോക്ക് പീസുമായിട്ടായിരിക്കും അകത്തേക്ക് പോകുന്നത്. കാരണം ആ ഒരു ചോക്ക് പീസ് വെച്ചിട്ട് ഈ മന്ത്രവാദിനി എന്നെ പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ ചുറ്റിനും ഒരു വൃത്തം വരയ്ക്കും. അതിനുള്ളിലേക്ക് ആ ഒരു മന്ത്രവാദിനിക്ക് ഒരിക്കലും കയറാൻ കഴിയത്തില്ല. അത് അവള് വായിച്ച ഒരു ബുക്കിൽ കഥയായിട്ടെല്ലാം ഉണ്ടായിരുന്നു. അതിനെ പറ്റില്ല നമ്മുടെ ഹീറോയുടെ ഇപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് അതെല്ലാം കാണിച്ചു കൊടുത്തിട്ട്. പക്ഷെ ഹീറോയ്ക്ക് ഇതൊന്നും കേട്ടിട്ട് വലിയ വിശ്വാസം വരുന്നില്ല. കാരണം അവനൊരു കഥ എഴുതുന്ന ആളാണ്, ഇതെല്ലാം വെറും കെട്ടുകഥകളാണെന്ന് മാത്രമാണ് അവൻ വിശ്വസിക്കുന്നത്. അപ്പോഴാണ് ഇതേ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ആൽബി എന്ന് പറഞ്ഞ ഒരാൾ അവിടേക്ക് വരുന്നത്. അപ്പോൾ ഫിയോന ആൽബിയോട് പറയും ആൽബി ആ ഒരു ഹണിമൂൺ റൂമില്ലേ അതിനടുത്ത് വെച്ച് നിനക്കൊരു കാര്യം സംഭവിച്ചില്ലേ അതിനെപ്പറ്റി ഇയാളോട് പറഞ്ഞു കൊടുക്കാൻ പറയുമ്പോൾ ആൽബിക്ക് സംഭവിച്ചത് എന്താണെന്ന് അവൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു ദിവസം അവനും ഇതുപോലെ ആ ഒരു ഹണിമൂൺ റൂം അവിടേക്ക് പോകാനായിട്ടുള്ള ആ ഒരു ലിഫ്റ്റിനടുത്തേക്ക് വന്നിട്ട് അതിലേക്ക് തന്നെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവന്റെ തൊപ്പി മാത്രം ഒരു കാറ്റിൽ തെറിച്ചു പോവും. അപ്പോൾ പിറകിൽ എന്തോ ഉണ്ടെന്ന് വിചാരിച്ച് അവനുള്ളിലേക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു ലൈറ്റർ കത്തിച്ച് നോക്കുമ്പോൾ ആ മന്ത്രവാദിനിയുടെ മുഖം അവൻ കാണുന്നു. ഇത് കണ്ട് അവൻ പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോയെന്നാണ് പറയുന്നത്. ഇപ്പൊ ഇത്രയും കാര്യം നമ്മുടെ ഹീറോയോട് പറയുമ്പോഴത്തേക്കും അപ്പോൾ ഫിയോന പറയും ഓക്കെ എനിക്ക് കുറച്ച് ജോലിയുണ്ട് ഞാൻ പോകുന്നു പറഞ്ഞ് അവൾ പോകുന്നതും ഇപ്പൊ ആൽബി ഹീറോയാണ് സംസാരിക്കുന്നത്. അപ്പോഴാണ് ആൽബി ഒരു കാര്യം പറയുന്നത് നിങ്ങളൊരു റൈറ്റർ അല്ലേ? ഞാനും ഒരു റൈറ്ററാണ്, ഞാനും ചില കഥകളൊക്കെ എഴുതുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കഥയിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വായിച്ച് നോക്കിയിട്ട് തിരുത്താൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരാൻ പറയുമ്പോൾ ഇപ്പോൾ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ സംസാരിച്ച് ഒരു സ്പൂൺ എടുത്ത് അങ്ങനെ ചൂടാക്കും.
ചൂടാക്കിയിട്ട് എന്താ ചെയ്യുന്നറിയോ, അവന്റെ കയ്യിലേക്ക്, ആൽബിയുടെ കയ്യിലേക്ക് വെച്ചിട്ട് ഒരു റൈറ്റർ ആവണം പോലും ആദ്യം നിന്റെ മനസ്സിനൊരു കട്ടിയൊക്കെ വരുത്ത് എന്നും പറഞ്ഞ് അവനെ കളിയാക്കി പറഞ്ഞു വിടുന്നു. അങ്ങനെ ഹീറോ അവിടെ നിന്ന് പോകുന്നതും ഇപ്പൊ കുറച്ചു കഴിഞ്ഞ് ഫിയോന തിരിച്ചു വരുമ്പോൾ ആ ടേബിളിലെ ഹീറോയുടെ അമ്മയുടെ ഫോട്ടോയും അതേപോലെ തന്നെ റെക്കോർഡറുണ്ട്. ഇത് രണ്ടും അവിടെ വെച്ചിട്ട് അവൻ പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് ഫിയോന തിരിച്ച് അവന്റെ റൂമിനടുത്തേക്ക് പോവാണ്. അങ്ങനെ റൂമിനടുത്തേക്ക് ചെന്നിട്ട് ഡോർ തട്ടുമ്പോഴത്തേക്കും അത് തുറക്കാൻ കഴിയുന്നില്ല, ആരും തുറക്കുന്നില്ല. ഇപ്പോഴാണ് ആ ഒരു വഴി ആൽബി നടന്നു പോകുമ്പോൾ ആൽബിയെ വിളിച്ചിട്ട് നിന്റെ കയ്യിൽ സ്പെയർ കീ ഇല്ലേ, അത് വെച്ചിട്ട് ഈ ഒരു റൂം ഒന്ന് തുറക്കാൻ പറയും. ആൽബി ആദ്യം അത് സമ്മതിക്കില്ലെങ്കിലും ഫിയോന പറയുമില്ല ഈ കാര്യം കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആ ഒരു ഡോർ തുറന്ന് സാർ, ബെയ്മൻ സാർ നിങ്ങൾ അകത്തുണ്ടോ എന്ന് ചോദിച്ച് പെട്ടെന്ന് ആ ഒരു ലൈറ്റ് ഇടുന്നതും ദേ ഇതുപോലെ നമ്മുടെ ഹീറോ ആ മുറിക്കുള്ളിൽ തൂങ്ങി നിൽക്കാണ്. അപ്പൊ ഇതും കൂടി കണ്ട അവള് ഷോക്കായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മുടെ ഹീറോ മരണത്തിലേക്ക് ചെന്നോ അതോ ഇനി അവന് തോന്നുന്നാണോ ഒന്നും അറിയത്തില്ല. ഇപ്പോൾ പെട്ടെന്ന് ആ ഒരു ഹോട്ടലിലെ ലിഫ്റ്റിനകത്ത് ഹീറോ നിൽക്കുമ്പോഴത്തേക്കും അതിന് വെളിയിൽ ഒരു കറുത്ത രൂപം നടന്നു പോകുന്നത് പോലെയും ഒരു അലറൽ ശബ്ദം കേൾക്കുന്നത് പോലെയും റിപ്പീറ്റ് ആയിട്ട് കേൾക്കുന്നുണ്ട്. അവൻ ആ ഒരു ലിഫ്റ്റ് തുറന്നു നോക്കുമ്പോൾ വെളിയിലൊന്നുമില്ല, പക്ഷേ ലിഫ്റ്റ് അടയ്ക്കുമ്പോൾ വീണ്ടും വെളിയിൽ അതുപോലെ. ഇതെന്താണെന്നറിയാൻ വേണ്ടി കുറച്ചു നേരം അവൻ നോക്കി നിന്നിട്ട് പെട്ടെന്ന് ആ ഒരു ലിഫ്റ്റ് അടയ്ക്കുന്നതും ഇപ്പോൾ ഹീറോയുടെ പിറകിൽ അവന്റെ അമ്മയുടെ ആത്മാവ് വന്നിങ്ങനെ നിൽക്കുന്നു. ഇത് കണ്ട് പെട്ടെന്ന് പേടിച്ച് ഹീറോ കണ്ണു തുറക്കുമ്പോഴത്തേക്കും അവൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. എന്താണെന്ന് വെച്ചാൽ അവ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചതിനിടയിൽ അവൻ ഒരിക്കലും മരിച്ചിട്ടില്ല. അവൻ എങ്ങനെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ 1-2 ആഴ്ച ഹീറോ ഈ ഒരു ഹോസ്പിറ്റലിൽ തന്നെ കഴിയുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹീറോ തിരിച്ച് അതേ ഹോട്ടലിലേക്ക് തന്നെ തിരിച്ചു വരാണ്. എന്താണെന്ന് വെച്ചാൽ അവന്റെ ബാഗ്, തുണി ഇതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേക്കാണ് ഈ സമ്മർ സീസൺ എല്ലാം കഴിഞ്ഞതുകൊണ്ട് ഈ ഹോട്ടല് ഇപ്പോൾ ക്ലോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഹോട്ടലിലെ ജീവനക്കാരും എല്ലാവരും വെളിയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ അവസാനമായിട്ട് അവിടെ നിൽക്കുന്നത് മാനേജർ മാലെന്ന് പറഞ്ഞിട്ട് അവനുണ്ടല്ലോ, അവൻ മാത്രമാണ്. അങ്ങനെ ഹീറോ മാനേജറിനെ കാണുമ്പോഴത്തേക്ക് അവനോട് ചോദിക്കും, അല്ല എന്നെ രക്ഷപ്പെടുത്തിയത് ആരാന്ന് ചോദിക്കുമ്പോൾ ഫിയാന എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണുണ്ടല്ലോ അവളാണെന്ന് പറയും. അങ്ങനെ അകത്തേക്ക് വന്നിട്ട് നമ്മുടെ ഹീറോയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്ത് ഇപ്പോൾ ഹീറോ ചോദിക്കും, ഓക്കെ ഫിയോന എവിടെ, എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം, താങ്ക്സ് പറയണമെന്ന് പറയുമ്പോൾ അവിടെയാണ് ആ ഒരു മാനേജർ ഒരു കാര്യം പറയുന്നത്, ഫിയോനയെ കാണാനില്ല എന്ന്. എന്ത് കാണാനില്ലേ? അതെ, ഒരാഴ്ചയായിട്ട് അവളെ കാണാനില്ല. അവസാനമായിട്ട് ആ ഒരു ഹാലോവിൻ രാത്രിയില്ലേ അന്നാണ് എല്ലാവരും അവളെ കണ്ടതെന്നും പറയും. അപ്പോൾ ഹീറോ ചോദിക്കും, പിന്നെ പോലീസ് ഒന്ന് അന്വേഷിച്ചില്ലേ? നിങ്ങൾ അന്വേഷിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ ഹോട്ടലിലും കാട്ടിലും എല്ലായിടത്തും അന്വേഷിച്ചു, പക്ഷെ എവിടെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഹീറോ ചോദിക്കും, ആർക്കെങ്കിലും മേലിൽ സംശയമുണ്ടോ, ഈ ഹോട്ടലിൽ താമസിക്കാൻ വന്നവരോ അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളോ അങ്ങനെ ആരെങ്കിലും? അപ്പോൾ മാനേജർ പറയും, അവരെ പറ്റിയെല്ലാം പോലീസ് വന്ന് അന്വേഷിച്ചിട്ട് പോയിട്ടുണ്ട്. പിന്നെ നല്ലതുപോലെ സംശയമുള്ളത് ആ കാട്ടിൽ താമസിക്കുന്ന ജെറി എന്ന് പറഞ്ഞ അവനെയാണ്. കാരണം ഫിയോന അവനുമായിട്ട് എപ്പോഴും സംസാരിക്കാറുണ്ടായിരുന്നു. ആ ഹാലോവിൻ ദിവസം അവസാനമായിട്ട് ഫിയോന അവനുമായിട്ട് സംസാരിക്കുന്നതായിട്ടും ഫ്രാഗൽ എന്ന് പറഞ്ഞ ആ ഒരു ജോലിക്കാരനുണ്ടല്ലോ അവൻ കണ്ടതായിട്ടും മാനേജർ പറയുന്നുണ്ട്. അതുമല്ല ജെറിയെ ഇവർ അത്രയും സംശയം കാരണം എന്താണെന്ന് വെച്ചാൽ ജെറി വർഷങ്ങൾക്ക് മുന്നേ തന്റെ ഭാര്യയെ കൊന്നിട്ട് ഈ കാട്ടിൽ വന്ന് താമസിക്കുമായിരുന്നു. അവനെ പോലീസും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അതുമല്ല ഇപ്പോഴും അവനെ കാണാനില്ല. അതുകൊണ്ട് എന്തായാലും അവൻ തന്നെയായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് പറയുമ്പോൾ ഹീറോ ഒരു സംശയം കൂടി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങള് ആ ഒരു കപ്പിൾസ് റൂമില്ലേ അവിടെ പോയി അന്വേഷിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ പോയി അന്വേഷിച്ചോ, കാരണം ഫിയോനയ്ക്ക് ആ ഒരു റൂമിനകത്ത് കയറണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അബദ്ധത്തിലോ അല്ല അതിനകത്തെ കയറിയിട്ട് വെളിയിൽ നിന്ന് ആരെങ്കിലും പൂട്ടിയിട്ടുണ്ടെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ മാനേജർ പറയും, ഇല്ല ആ ഒരു റൂം അങ്ങനെ ആരും തുറക്കാറില്ല, അതുകൊണ്ട് അതിനകത്തേക്ക് അവൾക്ക് കയറാൻ പോലും കഴിയത്തില്ല. അത് കഴിഞ്ഞിട്ട് അവസാനമായിട്ടും ഫിയോനയെ കണ്ടത് ഫ്രാഗലാണെന്ന് പറഞ്ഞല്ലോ, അവനോട് വന്ന് ചോദിക്കുന്നുണ്ട്, നീ അവസാനമായിട്ട് അവളെ കാണുമ്പോൾ അവളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? വളരെ വിഷമത്തിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവനോടും ഈ ഒരു ഹണിമ്യൂൺ സ്യൂട്ട് എന്ന് പറയേണ്ട ആ ഒരു റൂം ഉണ്ടല്ലോ അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്, അതിനകത്ത് എല്ലാവരും നോക്കിയോ ഇല്ലേന്ന്. അപ്പൊ അവനും പറയുന്നത് ആ റൂം ഇപ്പോഴും അടച്ചാണ് ഇട്ടേക്കുന്നത്, അതുകൊണ്ട് ആരും അതിനകത്തേക്ക് പോകാറില്ല. അപ്പോൾ ഹീറോ ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളത് നല്ലതുപോലെ അന്വേഷിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതെ അന്വേഷിച്ചു, മുതലാളിയുടെ കയ്യിലല്ലാതെ കീ വേറെ ആരുടെയും കയ്യിലില്ല, ഞങ്ങൾ ആരും അത് തുറക്കാറില്ല എന്ന് പറയും. അതുപോലെ എല്ലാ ദിവസവും ആ ഒരു റൂം കറക്റ്റായിട്ട് തന്നെയാണ് അടച്ചിരിക്കുന്നതെന്ന് ഈ ഹോട്ടലിന്റെ ഓണർ ഉണ്ടല്ലോ വയസ്സായിട്ടുള്ള അയാൾ എല്ലാ ദിവസവും ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഹീറോ വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഫ്രാഗിൽ പറയും, ഡെയിലി ഈ കാര്യങ്ങളെല്ലാം പോലീസുകാരോട് ഞാനും പറയുന്നുണ്ട്, കാരണം അവരെല്ലാവരും എനിക്ക് അറിയാവുന്നവരാണ്. നിനക്കിപ്പോൾ എന്താ വേണ്ടേ? ഇപ്പോൾ കൂടുതൽ സംസാരിക്കാതെ ഇവിടുന്ന് നേരെ എയർപോർട്ടിലേക്ക് പോയിട്ട് തിരിച്ച് നിന്റെ നാട്ടിലേക്ക് പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക്. അങ്ങനെ അത് കേട്ട ഹീറോ കൂടുതലൊന്നും മിണ്ടാതെ നേരെ തന്റെ കാറിലേക്ക് വന്നിരുന്ന് അവന്റെ പോക്കറ്റിൽ നോക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ ഒരു കത്തി കിട്ടുന്നു. സത്യത്തിൽ ഈ ഒരു കത്തി ഉപയോഗിച്ചാണ് ഫിയോന അന്ന് ഹീറോ തൂങ്ങി നിൽക്കുമ്പോഴത്തേക്ക് അവന്റെ കയറുണ്ടല്ലോ അത് കട്ട് ചെയ്തത്. അവളെ സഹായിച്ചത് വേറെ ആരുമല്ല, ആൽബി എന്ന് പറഞ്ഞിട്ട് അവനും. അങ്ങനെ ഹീറോ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും ജെറി എന്ന് പറഞ്ഞ ഒരുത്തനെ പറ്റി പറഞ്ഞല്ലോ, അവനെ ഇടയ്ക്ക് ഹീറോ കാടിനകത്ത് വെച്ച് കാണുകയും ചെയ്തു. ഇപ്പൊ അവനടുത്ത് പോയി സംസാരിക്കാന്നും പറഞ്ഞ് അവൻ താമസിക്കുന്ന ആ ഒരു വാനിനടുത്തേക്ക് വന്നിട്ട് അവിടെ നോക്കുമ്പോഴത്തേക്ക് അവനെ കാണാൻ കഴിയത്തില്ല. അപ്പോൾ ആ ഒരു വാനിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഈ വാൻ തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഒരു സീരിയലിലെ ഫിയോന ആ ഒരു മന്ത്രവാദിനെ പറ്റിയ കഥ പറയുമ്പോഴത്തേക്ക് ഒരു ബുക്ക് എടുത്ത് കാണിച്ചല്ലോ, ആ ബുക്ക് ഈ വണ്ടിയിലിരിക്കുന്നു. അപ്പോൾ ഹീറോ വിചാരിക്കും ഇവൻ തന്നെയായിരിക്കും ഫിയോന എന്തെങ്കിലും ചെയ്തത് എന്നും പറഞ്ഞ്
ആ ഒരു ഡോർ അടയ്ക്കാനായിട്ട് വരുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ജെറി അവിടേക്ക് വന്നിട്ട്, ഹേയ് ഫെയ്മാൻ, നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? നീ ജീവിച്ചിരിക്കുന്ന കാര്യം ഫിയോന അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒരുപാട് സന്തോഷിക്കും എന്ന് പറയുമ്പോഴത്തേക്കാണ് ഹീറോ പറയുന്നത്, അതൊക്കെ പോട്ടെ, ഫിയോനയെ കാണാനില്ല, ആ കാര്യം നീ അറിഞ്ഞോ ഇല്ലയോ? അതോ ഇനി നീയാണ് അവളെ എന്തെങ്കിലും ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഞാൻ അവളെ ഒന്നും ചെയ്തില്ല, കാരണം നമ്മൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. പിന്നെ ഈ ഒരു ബുക്ക് എങ്ങനെ നിന്റെ കയ്യിൽ കിട്ടി? കാരണം ഇത് അവൾ എനിക്ക് ഷെയർ ചെയ്തു. അപ്പോൾ ഹീറോ പറയും, ശരി, നിന്റെ പോലീസ് അന്വേഷിക്കുന്ന കാര്യം നിനക്കറിയോ? അതെ അറിയാം. അതുമല്ല, നീ നിന്റെ ഭാര്യയെ കൊന്നെന്ന് പറഞ്ഞു, അതിനും പോലീസ് നിന്നെ അന്വേഷിക്കുന്നുണ്ട്, അത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അതെ, ഞാൻ തന്നെയാണ് എൻ്റെ ഭാര്യയെ കൊന്നത്. കാരണം വേറെ ഒന്നുമല്ല, അവൾ വളരെ വീക്കായിരുന്നു, അസുഖമായിട്ട് ആ വേദന സഹിക്കാൻ കഴിയാതെ കിടന്നതുകൊണ്ടാണ് അവളെ ഞാൻ കൊന്നത്. അപ്പോൾ ഹീറോ പറയും, ശരി, അങ്ങനെയാണെങ്കിൽ നീ വാ, നമുക്കിത് പോലീസിനോട് പോയി പറയാന്ന് പറയുമ്പോൾ അവൻ പറയും, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവരാരും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഹീറോ ചോദിക്കും, ഫിയോനെ കാണാനില്ല, അതിനെപ്പറ്റി നിനക്ക് എന്തെങ്കിലും അറിയുമെന്ന് ചോദിക്കുമ്പോൾ അവൾ കാണാനില്ല എന്നല്ല, അവൾ മരിച്ചെന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. അതിത്ര കൺഫേം ആയിട്ട് നീ എങ്ങനെ പറയാൻ കഴിയും? കാരണം അവളുടെ ആത്മാവിനെ ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ 2 ദിവസങ്ങൾക്ക് മുന്നേ ഈ ഒരു ഹോട്ടലിനകത്ത് ഇവൻ ആരും അറിയാതെ കയറിയിരുന്നു. കാരണം ഇവിടെ ഗസ്റ്റിന് വെച്ചേക്കുന്ന മരുന്നുകളിൽ ഇവൻ ആവശ്യമായിട്ടുള്ള മരുന്ന് എടുക്കാൻ വേണ്ടി ഇവൻ ഇങ്ങനെ ഒളിച്ച് കയറാറുണ്ട്. അതുപോലെ ഒരു ദിവസം ഇതിനകത്തേക്ക് വന്ന് ഒരു മരുന്ന് എടുത്ത് അവൻ തിരിച്ച് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ഓരോ റൂമിലും ഓരോ ബെല്ലുകളുണ്ട്. അപ്പൊ ആ ഒരു റൂമിൽ വെച്ചിട്ട് ആ ഒരു ബെല്ലിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു മാനേജർ നിൽക്കുന്നതിന്റെ അടുത്ത് ആ ഒരു ബെല്ല് മണിയടിക്കും. അതുപോലെ ഹണിമൂൺ സ്യൂട്ട് എന്ന് പറഞ്ഞ ആ ഒരു മുറിയിൽ നിന്നും ആരോ ബെല്ലടിക്കുന്നത് പോലെ ആ ഒരു ബെൽ ശബ്ദം ഇവ കേട്ടിരുന്നു. പെട്ടെന്ന് താഴേക്ക് നോക്കുമ്പോഴാണ്, ആഹാ, വേറൊന്നല്ല, അവിടെ ഫിയോണയുടെ ആത്മാവ് നിന്നിട്ട് മുകളിലേക്ക് കൈ കാണിച്ച ആ ഒരു റൂമിലേക്ക് പോകാനായിട്ട് അവനിങ്ങനെ കാണിക്കുന്ന പോലെ അവന് തോന്നി. അതുകൊണ്ട് ഞാൻ ആ ഒരു റൂമിനകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോയിരുന്നു. പക്ഷേ ആ റൂമിനകത്തേക്ക് കയറാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പോയില്ല എന്ന് പറയും. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല, നീ അങ്ങനെ പോയാലും നിന്റെ കയ്യിൽ കീ വേണ്ടേ, നീ അതെങ്ങനെ തുറക്കുമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, എന്റെ കയ്യിൽ കീ ഉണ്ടെന്ന് പറയും. കാരണം ആ ഒരു ഓണറിന്റെ കയ്യിൽ നിന്നാണ് ഇവൻ അത് മോഷ്ടിച്ചത്. അപ്പോൾ ഹീറോ ചോദിക്കും, ശരി, നിന്റെ കയ്യിലാണ് കീ ഉള്ളത്, അങ്ങനെയാണെങ്കിൽ ഫിയോനെ എങ്ങനെ അതിനകത്ത് കയറും, അതും കീ ഇല്ലാതെ? അപ്പോൾ അവൻ പറയും, ഒരുപക്ഷെ അവളെ ആരെങ്കിലും അതിനകത്തേക്ക് വലിച്ചെടുത്തോണ്ട് പോയതാണെങ്കിലോ, ആ ഒരു ഓണറിന്റെ കയ്യിൽ നിന്ന് കീ മോഷ്ടിച്ചിട്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് ഹീറോ പറയും, ശരി, അങ്ങനെയാണെങ്കിൽ ആ ഒരു കീ ഇങ്ങതാ, ഞാൻ പോയിട്ട് ആ ഒരു റൂം ചെക്ക് ചെയ്യാം, അവൾ അവിടെ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് കണ്ടുപിടിക്കാന്ന് പറയുമ്പോൾ ജെറി പറയും, ഇല്ല, ഇപ്പൊ നീ പോയാലും ഒന്നും നടക്കാൻ പോകുന്നില്ല, കാരണം ആ ഒരു ഹോട്ടലിൽ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഇത് സമ്മർ സീസൺ ആയതുകൊണ്ട് എല്ലാവരും ഹോട്ടലിൽ വിട്ട് പോകാനായിട്ട് നിൽക്കാണ്. അതുകൊണ്ട് രാത്രിയാകുമ്പോൾ ഈ ഹോട്ടലിൽ പൂട്ടിയിട്ട് എല്ലാവരും പോവും. ആ സമയത്ത് നമുക്ക് 2 പേർക്ക് ഒരുമിച്ച് പോവാം, നീ എന്നോടൊപ്പം വരാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ഓക്കെ പറഞ്ഞിട്ട് അന്ന് രാത്രി വരെ ഹീറോ ജെറിയോടൊപ്പം അവിടെ തന്നെ നിൽക്കാണ്. അങ്ങനെ രാത്രി ആകുമ്പോഴത്തേക്കും ഹീറോ ഫിയോനയുടെ ആ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഹീറോ ജെറിയോട് ചോദിക്കും, അല്ല, നീ അന്ന് ഹോട്ടലിലേക്ക് പോയപ്പോഴത്തേക്കും ഫിയോനയുടെ ആത്മാവിനെ കണ്ടു എന്ന് പറഞ്ഞല്ലോ, അത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അതേ സത്യമാണ്, ഞാൻ ആ ഒരു മാജിക് മഷ്റൂമില്ലേ അത് കലക്കി ആ ഒരു പാല് കുടിച്ചതിന് ശേഷമാണ് അകത്തേക്ക് പോയത്, അത് കുടിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ആത്മാക്കളെ കാണാൻ കഴിയുന്നത്, ഇടയ്ക്ക് എന്റെ ഭാര്യയുടെ ആത്മാവിനെ വരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നെല്ലാം ജെറി പറയുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചിരുന്നിട്ടാണ് കുറെ കഴിയുമ്പോഴത്തേക്കും അവസാനത്തെ കാറും ഈ ഹോട്ടൽ വിട്ട് പോകുന്നതും. ഇപ്പോൾ ജെറി പറയും, ഓക്കെ, ഇപ്പോൾ ഹോട്ടലിൽ ആരും ഉണ്ടാവത്തില്ല, ഇതാണ് കറക്റ്റായിട്ടുള്ള സമയമെന്നും പറഞ്ഞ് നമ്മുടെ ഹീറോയും വിളിച്ചിട്ട് നേരെ ആ ഒരു ഹോട്ടലിന് വെളിയിലേക്ക് പോവാണ്. എന്നിട്ട് ഹോട്ടലിന് വെളിയിൽ നിന്ന് തുറക്കാനുള്ള ആ ഒരു കീ ഉൾപ്പെടെ ജെറിയുടെ കയ്യിലുണ്ട്. അത് വെച്ച് 2 പേരും ആ ഒരു ഹോട്ടൽ തുറന്ന് നേരെ അകത്തേക്കായിരുന്നു. അങ്ങനെ ആ ഒരു റിസപ്ഷന്റെ അടുത്ത് നിന്നിട്ടാണ് ജെറി പറയുന്നത്, ഇവിടെ നിന്നാണ് ഫിയോനതെ ഇങ്ങനെ കാണിച്ചത് ആ ഒരു മുറിയിലേക്ക് പോകാനായിട്ട്. ഓക്കെ, ഞാൻ ഇപ്പോൾ വരാം, അകത്ത് പോയിട്ട് ഒരാരോ ബോയുണ്ട്, അത് ഞാൻ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് അവൻ ഇപ്പോൾ ആ ഒരു മുറിക്കകത്തേക്ക് കയറിപ്പോന്നു. അപ്പോൾ ഹീറോ പറയും, ഹേയ്, അങ്ങോട്ട് പോരുതെന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ തന്നെ നിൽക്കുമ്പോൾ ഇവരൊന്നും പറയാതെ പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോയിട്ട് അതിനകത്ത് നിന്നും എന്തോ ഒരു വില്ലമ്പുണ്ട്, അതെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ അതിനകത്ത് ഇരിക്കുമ്പോഴത്തേക്കാണ് എന്തോ ഒരു കാര്യം അവന്റെ പിറകിലൂടെ വരുന്നത് പോലെ പെട്ടെന്ന് വന്നിട്ട് അവന്റെ കഴുത്തിലേക്ക് പിടിച്ച് അവനെ കഴുത്ത് ഞെരിച്ച് അവന്റെ ബോധം നഷ്ടപ്പെടുത്തുന്നു. അതാരാണെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് ഫ്രാഗൽ എന്ന് പറഞ്ഞിട്ട് ഒരുത്തനുണ്ടല്ലോ, അവനായിരുന്നു അത്. അപ്പൊ ഇതറിയാതെ നമ്മുടെ ഹീറോ വെളിയിൽ നിൽക്കുന്നു. അങ്ങനെ ജെറിയുടെ ബോധം പോകുന്നതും ഇപ്പോൾ ഫ്രാഗല് പെട്ടെന്ന് വെളിയിൽ ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി അവൻ പതിയെ വെളിയിലേക്ക് വന്നിട്ട്, ഹലോ, ആരെങ്കിലും വെളിയിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ അവിടെ ഒളിച്ചു നിൽക്കും. ഫ്രാഗൽ ഇത് ചെയ്യുന്നതെല്ലാം ഹീറോ കാണുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫ്രാഗൽ എന്താണ് ചെയ്യുന്നത്, ഈ ജെറിയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ മനഃപൂർവ്വം ഈ ഹോട്ടലിനകത്ത് ഒളിച്ചിരുന്നത്. കാരണം പോലീസുകാർ അവനെ അന്വേഷിക്കുകയാണല്ലോ. അതുകൊണ്ട് നമ്മുടെ ജെറിയെ അവന്റെ വാനിലിട്ടിട്ട് ഫ്രാഗലി ആ ഒരു ഹോട്ടലിൽ നിന്ന് പോകുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോ മാത്രം ആ ഒരു ഹോട്ടലിൽ ഒറ്റയ്ക്ക് നിൽക്കാണ്. അതുമല്ല, ഹീറോയുടെ കയ്യിലാണ് ആ ഒരു കീ ഉള്ളത്. ഓക്കെ, എന്തായാലും ഇനിയിപ്പോൾ ഹീറോ ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെ പോവാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് നേരെ ആ ലിഫ്റ്റിലേക്ക് കയറുന്നു. എന്നിട്ട് അവിടെ നിന്ന് നേരെ താഴേക്ക് പോവാണ്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഹണിമൂൺ സ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് റൂം ഉണ്ടല്ലോ, അതിനടുത്തേക്ക് പോവും. അങ്ങനെ ആ ഒരു റൂമിനടുത്തേക്ക് വന്നിട്ട് ആ ഒരു റൂമിന്റെ ഡോറും തുറന്ന് അതിനകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കാണ് അതൊരു പഴയ റൂമാണ്, ഒരുപാട് വർഷമായിട്ട് അടച്ചിട്ടേക്കാന്നുള്ള പറഞ്ഞത്. അങ്ങനെ ലൈറ്റ് എല്ലാം ഓണാക്കി ഫിയോണ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അവളെ എവിടെയും കാണുന്നില്ല. ഇപ്പോൾ ബാത്റൂമിനടുത്തേക്ക് പോകുമ്പോൾ അവിടെ വെള്ളമെല്ലാം നാറിക്കിടക്കുന്നു.
ഓക്കെ, ബെഡ്റൂമിനടുത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അതിനടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. അങ്ങനെ ആ ഒരു ബെഡിൽ കുറച്ചു നേരം ഇരുന്നിട്ട് നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ അവിടെ തന്നെ കിടന്നങ്ങ് ഉറങ്ങും. ഉറങ്ങുമ്പോഴത്തേക്കാണ് ഇവരൊരു സ്വപ്നം കാണുന്നത്. ഇവൻ കുട്ടിയായിരിക്കുമ്പോൾ ഒരു TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു കഥാപാത്രമുണ്ട്. എന്നിട്ട് കയ്യിലൊരു തോക്ക്, പാലെല്ലാം തറയിൽ തട്ടി വീഴുന്നു. കൂടാതെ അവന്റെ അമ്മ വന്നിട്ട് അവനെ കെട്ടിപ്പിടിക്കുന്നത് പോലെ. പെട്ടെന്ന് ദേ ഇതുപോലൊരു രൂപം വന്ന് അവനെ തൊടുന്നതും പെട്ടെന്ന് ഹീറോ ഞെട്ടിയങ്ങ് എഴുന്നേൽക്കാണ്. നോക്കുമ്പോഴത്തേക്ക് അത് വേറെ ആരുമില്ല, ആ ഒരു മാനേജർ ഉണ്ടല്ലോ, അവനാണ് അവിടെ നിന്ന് നിൽക്കുന്നത്. ഇപ്പോൾ ഹീറോ ചോദിക്കും, അല്ല നീ എന്താ ഇവിടെ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ മാനേജർ, അത് ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കണ്ടേ, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ഞാൻ വന്നത് ഞങ്ങളുടെ ഓണർ പറഞ്ഞു ഈ റൂമിന്റെ കീ കാണാനില്ലാന്ന്, അത് കണ്ടുപിടിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അപ്പോൾ ഇത് തുറന്നു കിടക്കുന്നു. വന്ന് നോക്കിയപ്പോൾ ദേ നീ. അല്ല ഈ കീ എങ്ങനെ നിന്റെ കയ്യിൽ വന്നു? ജെറിയാണ് എനിക്ക് തന്നത്. ഫിയോന ഈ റൂമിലുണ്ടാവുന്ന അവന് നല്ല സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും അവനും കൂടി ഇവിടേക്ക് വന്നതാണ്. അപ്പോൾ മാനേജർ മാലു പറയും, ഓക്കെ എന്തായാലും വേറെ പ്രശ്നമൊന്നും ഉണ്ടാകണ്ട, എന്തായാലും താ ഇനിയിപ്പോൾ നമുക്ക് താഴേക്ക് പോകാന്ന് പറഞ്ഞ് ഹീറോയെ വിളിച്ചിട്ട് താഴേക്ക് പോകാനായിട്ട് വരുമ്പോഴാണ് ഹീറോ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെ ചുമരിലായിട്ട് എന്തോ ഒരു ഡോർ ഉള്ളതുപോലെ അതിനകത്ത് നിന്ന് ചെറിയ വെളിച്ചം വരുന്നുണ്ട്. ഹീറോ പതിയെ അടുത്തേക്ക് ചെന്ന് ആ ഒരു ഡോർ തുറക്കുന്നതും അതിനുള്ളിൽ നിന്നൊരു ചെറിയ ലിഫ്റ്റ് പോലെ അത് നല്ല ആഴമുണ്ട്, താഴേക്ക് പോയേക്കാണ്. ഇപ്പോൾ ഹീറോ അത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും മാനേജർ വിട്ടുന്നു, ഹേയ് സാർ നീ എന്താ അവിടെ ചെയ്യുന്നത്? നിന്നോട് താഴേക്ക് വരാനല്ലേ പറഞ്ഞേ? ഇവിടെ വരാൻ പാടില്ല, എൻ്റെ ബോസ് അറിഞ്ഞാലേ നിങ്ങളെ വഴക്ക് പറയുന്നെല്ലാം പറഞ്ഞിട്ട് അവൻ നല്ലതുപോലെ ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ ഹീറോ അപ്പോഴും സംശയം കൊണ്ട്, അല്ല ഇത് എന്ത് സ്ഥലമാണ്, ഇത് എവിടേക്കാ പോകുന്നത്? അപ്പോൾ മാനേജർ പറയും, ഈ ഹോട്ടൽ തുടങ്ങുന്നതിന് മുന്നേ ഇവിടെ വലിയൊരു ബേസ്മെന്റ് ഉണ്ടായിരുന്നു, അതിപ്പോൾ റെനോവേഷൻ വർക്കിന് വേണ്ടി വിട്ടേക്കാണ്, പക്ഷെ ഇപ്പോൾ ഞങ്ങളത് ഉപയോഗിക്കാറില്ല എന്ന് പറയുന്നത്. ഹീറോയ്ക്ക് എന്നാലും ഒരു സംശയം. ആ മാനേജർ പറയുന്നത്, ബാ നമുക്ക് താഴേക്ക് പോകാന്ന് പറഞ്ഞ് മാനേജർ ഹീറോയെ നിർബന്ധിക്കുമ്പോഴത്തേക്കും ഹീറോ അങ്ങനെ നിന്നിട്ട് അവന് നല്ല സംശയമുണ്ട്. അപ്പോൾ ആ ഒരു ലിഫ്റ്റ് മുകളിലേക്ക് വരാൻ വേണ്ടി അതിന്റെ സ്വിച്ച് പ്രസ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ആ മാനേജർ പെട്ടെന്ന് ഹീറോയുടെ കയ്യിലേക്ക് കാര്യം പിടിക്കും. അപ്പോൾ ഹീറോ അവനെ നോക്കുന്നതും ഓക്കെ എന്ന് പറഞ്ഞ് ആ കൈ വിടുന്നത് ഹീറോ ആ ഒരു സ്വിച്ചിൽ പിടിച്ചേക്കുന്നു. അപ്പോൾ താഴെയുള്ള ആ ഒരു ലിഫ്റ്റ് ഉണ്ടല്ലോ അത് പതിയെ മുകളിലേക്ക് വരുന്നതും ഇവിടെയാണ് ഒരു ഒടുക്കത്തെ ടെസ്റ്റ്. എന്താന്ന് വെച്ചാൽ ആ ഒരു ലിഫ്റ്റിനകത്ത് ഫിയോന എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് മരിച്ചിരിക്കുന്നു. അവളാണെങ്കിലേ മുയല് പോലെ എന്തൊക്കെയോ വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ട്. ഇത് കണ്ട് ഹീറോ ഞെട്ടുന്നതും ആ മാനേജർ ഉണ്ടല്ലോ അവൻ പെട്ടെന്ന് ഹീറോ അറിയാതെ ആ ഒരു റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഡോറെല്ലാം കുറ്റിയിട്ടിട്ട് അവൻ നേരെ ഈ ഒരു ലിഫ്റ്റ് വഴി താഴേക്ക് പോവാണ്. ഹീറോയെ കൊണ്ടുപോകുന്നില്ല, അവിടെ വെച്ച് പൂട്ടിയിട്ട് ഒന്നും അറിയാത്തതുപോലെ അവൻ പെട്ടെന്ന് വെളിയിലേക്ക് വന്ന് കാറും എടുത്ത് അവൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഹീറോ എത്ര വിളിച്ചു നോക്കിയിട്ടും അവൻ നിർത്തുന്നില്ല, അവൻ അവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹീറോയ്ക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് വേറെ വഴിയൊന്നുമില്ല. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഫിയോണയ്ക്ക് എന്താണ് സംഭവിച്ചെന്നുള്ള ആ ഒരു കാര്യം കാണിക്കുന്നത്. അന്ന് ആ ഒരു ഹാലോവിൻ രാത്രിയിൽ ഫിയോണയും ഈ ഒരു മാനേജറും സംസാരിച്ചിരിക്കുമ്പോൾ അവൾക്ക് എന്തോ ഒരു വിഷമമുള്ളതുപോലെ. അപ്പൊ ആ ഒരു മാനേജർ അവൾക്ക് കുടിക്കാനായിട്ട് ഒരു കോഫി കൊടുക്കുന്നുണ്ട്. അത് കുടിക്കാൻ പറയും. അത് കുടിച്ചതിന് ശേഷം അവൾക്ക് നല്ലതുപോലെ തല ചുറ്റുന്നു. പെട്ടെന്ന് അവളൊരു വീൽ ചെയറിൽ വന്നിരിക്കുമ്പോൾ ഈ മാനേജർ ഇവിടെയുള്ള ആരും കാണാതെ പെട്ടെന്ന് അവളെയും തള്ളിയിട്ട് അങ്ങനെ ആ ഒരു സ്യൂട്ട് റൂം ഉണ്ടല്ലോ അവിടേക്ക് കൊണ്ടുവന്നിട്ട് ആരും അറിയാതെ ഈ ലിഫ്റ്റിനകത്തേക്ക് അവളെ കയറ്റും. അപ്പോൾ അവൾക്ക് ആരെ മയക്കമുണ്ട്. എന്നിട്ട് ആ ഒരു ലിഫ്റ്റ് പ്രസ് ചെയ്ത് നേരെ താഴേക്ക് വിടുന്നതും അവൾ അതിനകത്തായി പോയി. എന്നിട്ട് ഈ ഒരു മാനേജർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു മാനേജർ അതുപോലെ ചെയ്തുകൊണ്ടാണ് പാവ ഫിയോണ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ കഴിയാതെ അതിനകത്തിരുന്ന് മരിക്കുന്നത്. അപ്പോൾ സത്യത്തിലെ ഫിയോണയെ കൊന്നതേ ആ ഒരു മാനേജറായിരുന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കാണിച്ചതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഹീറോ ഫിയോണയുടെ അടുത്ത് നോക്കുമ്പോഴത്തേക്കും അവളുടെ കയ്യിൽ ഹീറോയ്ക്ക് കൊടുക്കാനായിട്ടുള്ള ആ ഒരു റെക്കോർഡർ ഉണ്ടല്ലോ അവന്റെ അത് കയ്യിലിരിപ്പുണ്ടായിരുന്നു. അത് ഇതുവരെയും കൊടുത്തിട്ടില്ല. ഇപ്പൊ അതെടുത്ത് ഹീറോ പ്ലേ ചെയ്ത് കേൾക്കുമ്പോഴത്തേക്കാണ് അതില് ഫിയോണ മരിക്കുന്നതിന് മുന്നേ അവൾ റെക്കോർഡ് ചെയ്ത ചില കാര്യങ്ങൾ അതിൽ കേൾക്കാൻ കഴിയുന്നത്. അങ്ങനെ അതെന്താണെന്ന് പ്ലേ ചെയ്ത് കേൾക്കുമ്പോഴത്തേക്കാണ് അവൾ അതിൽ പറയുന്നത്, എന്റെ പേര് ഫിയോണ എന്നാണ്, ഇപ്പോൾ ഞാനുള്ളത് ഈ ഒരു ഹോട്ടലിന്റെ ബേസ്മെന്റിലാണ്. ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് വെച്ചാല് ഞാനും ഇവിടെയുള്ള മാനേജർ മാൽ ഞങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട്, അതില് ഞാൻ പ്രഗ്നന്റ് ആണെന്നും കൂടി പറയും. അപ്പോൾ ആ മാനേജർ ആൾറെഡി കല്യാണം കഴിഞ്ഞതാണ്, എന്നാലും ഇവളുമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ട് ഇപ്പൊ അവൾക്കൊരു കുട്ടിയായെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും അവന് നല്ല പേടിയായി. അതുകൊണ്ട് ആ ഒരു കുട്ടിയെ വേണ്ടെന്ന് എന്നോട് പറഞ്ഞെങ്കിലും എനിക്ക് അതിനൊരിക്കലും താല്പര്യമില്ലായിരുന്നു. ഞാൻ ഈ കാര്യം ആരോടും പറയത്തില്ല എന്ന് വരെ അവനോട് പറഞ്ഞതാണ്. പക്ഷെ അവന്റെ ഭാര്യയും കുടുംബവും ഈ കാര്യം അറിയുമെന്നുള്ള പേടിയിലാണ് അവൻ എന്നെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ബേസ്മെന്റിൽ പൂട്ടിയിട്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഹീറോ കേൾക്കുമ്പോഴത്തേക്കും ഇവിടെ ജെറി എന്ന് പറയുന്ന തന്നെ ഫ്രാഗല് അവന്റെ വാനിൽ കൊണ്ടുപോകാണല്ലോ. അവൻ ഇപ്പോൾ പെട്ടെന്ന് കണ്ണു തുറന്നിട്ട് അവന്റെ കയ്യിലും കാലിലെല്ലാം കെട്ടിയിട്ടേക്കാണ്. ഇപ്പൊ അവന്റെ കയ്യിലൊരു കത്തിയുണ്ട്, അതെങ്ങനെയും എടുത്ത് ഈ കെട്ടെല്ലാം അഴിച്ചിട്ട് അവൻ ആ ഒരു വാനിന്റെ ഡോറും തുറന്ന് വെളിയിലേക്ക് നോക്കി നിൽക്കാണ്, ചാടണോ വേണ്ടേന്ന് ആലോചിച്ചിട്ട്. കുറെ നേരം നോക്കി നിന്ന അവസാനം ആ ഒരു വണ്ടിയിൽ നിന്ന് എടുത്തൊരു ഒറ്റച്ചാട്ടം. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോയ്ക്ക് എങ്ങനെയും ഇവിടെ നിന്ന് പുറത്തേക്ക് പോകണമല്ലോ. അതുകൊണ്ട് പുറത്തേക്ക് പോകാനുള്ള പല വഴികളും നോക്കുമ്പോഴത്തേക്കും ഇപ്പോ ഈ റൂമിനകത്ത് വേറൊരു രഹസ്യ വഴി ഉണ്ടെന്നുള്ള കാര്യം ഹീറോ കണ്ടുപിടിക്കും. ഇപ്പൊ ആ ഒരു ഡോർ ചവിട്ടി തുറക്കാനായിട്ട് ഹീറോ ശ്രമിക്കുന്നുണ്ട്. എത്ര ചവിട്ടിയിട്ടും അത് തുറക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഒരു പഴയ സ്ക്രൂ അതിനകത്തിരിക്കുന്നു. അത് ഊരാന്നും പറഞ്ഞിട്ട് അവൻ ആ ഒരു കത്തി സ്പൂണ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൽ ആ ഒരു കത്തി എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഒരു സ്ക്രൂ അഴിക്കാൻ വേണ്ടി അവനെ നോക്കാണ്. അങ്ങനെ കുറേ നേരം ഇങ്ങനെ അഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ പിറകിലൂടെ എന്തൊക്കെയോ രൂപങ്ങൾ പോകുന്നുണ്ട്.
അതെല്ലാം പ്രേതങ്ങളാണ്. അങ്ങനെ ഒരു സ്ക്രൂ അഴിക്കുന്നതും അടുത്ത ഒരു സ്ക്രൂ മാത്രം അവനെ കൊണ്ട് അഴിക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ അവൻ അവിടുന്ന് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് വീണ്ടും അവന്റെ പിറകിൽ അവന്റെ അമ്മയുടെ ആത്മാവ് പിന്നെയും അവനെ ഒന്ന് ശല്യപ്പെടുത്തുന്നു. ഇതേ സമയം ഹീറോ ഈ ഒരു റൂമിൽ വരുമ്പോഴത്തേക്കും അവിടെ വലിയൊരു ക്ലോക്ക് ഉണ്ട്. അതിലെ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും അതിലൊരു അലാറം പോലെ ഒരു ചെറിയ പയ്യൻ ഒരു കമ്പി വെച്ചിട്ട് ഒരു ബെല്ലിൽ അടിക്കുന്നത് പോലെ അങ്ങനെ ഒന്ന് ശബ്ദം കേൾക്കും. അതങ്ങനെ അടിക്കുന്നതാണ്. അത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട്. അതുമല്ല, ഹീറോ ഇപ്പൊ എഴുന്നേറ്റ് വന്നിട്ട് ആ ഒരു ലിഫ്റ്റിൽ നോക്കുമ്പോഴാണ് അടുത്തൊരു ട്വിസ്റ്റ്. അതിലിരുന്ന ഫിയാനോ എന്ന് പറഞ്ഞ ഒരു പെണ്ണിന്റെ ശരീരം കാണാനില്ല. ഷേടാ, ഇത് എവിടെ പോയതും പറഞ്ഞിട്ട് അവനിങ്ങനെ നോക്കാണ്. ഇപ്പൊ ജീവനുള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലെന്ന് പറയും. ഇത് മരിച്ച ഒരു സ്ത്രീയുടെ ശരീരം കാണാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ എങ്ങനെയാവും? അങ്ങനെ ഹീറോ അവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവന്റെ പിറകെ തന്നെ അവന്റെ അമ്മയുടെ രൂപം ഇങ്ങനെ വരുന്നു. ഇവൻ പേടിച്ചിട്ട് പുറകിലേക്ക് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. അതുമല്ലാതെ ആ ഒരു റൂമിനകത്തെ ലൈറ്റ് എല്ലാം ഓഫ് ആവുകയും ചെയ്യുന്നുണ്ട്. ഹീറോയ്ക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൻ കൊണ്ടുവന്ന റാന്തറുണ്ടല്ലോ, അതും പിടിച്ചിട്ട് പേടിച്ചിട്ട് നിൽക്കുകയാണ്. ആരെങ്കിലും വരുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി നോക്കി നിൽക്കുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ആ ഒരു റൂമിനകത്തെ TV ഓൺ ആവുന്നത്. എന്നിട്ടാണ് പെട്ടെന്ന് ആ ഒരു TV ഓഫ് ചെയ്യുന്നതും അപ്പോഴേ ഹീറോ അടുത്തേക്ക് വന്ന് ആ ഒരു TV ഓഫ് ചെയ്യുന്നതും അതിന്റെ ആ ഒരു റിഫ്ലക്ഷൻ അല്ലേ കുറെ ദൂരെയായിട്ട് പിറകിൽ ആ ഒരു ഡോറിനടുത്ത് ഫിയോണയുടെ ആത്മാവ് അങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ട് ഹീറോ പുറകിലേക്ക് നോക്കുമ്പോൾ കാണുന്നില്ല, പക്ഷേ ഇത് TV-യിലേക്ക് നോക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പോഴേക്കും വീണ്ടും ആ ഒരു TV ഓൺ ആയിട്ട്, കൂടാതെ ആ ഒരു TVക്കകത്ത് അവ കുട്ടിക്കാലത്ത് കണ്ട ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ അത് ഓടുന്നുണ്ട്. അതിൽ ആ ഒരു കഥാപാത്രം ഓക്കെ നമുക്കിനി അടുത്ത കുട്ടിയുടെ ലെറ്റർ പഠിക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയുടെ പേര് പറയുന്നു ബെയ്മാൻ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ ഒരു കുട്ടിയുടെ ലെറ്ററിന്റെ കഥ എന്താണ് പറയുന്നതെന്ന് വെച്ചാല് ബെയ്മാൻ തന്റെ വീട്ടില് അവന്റെ അച്ഛന്റെ തോക്കെടുത്ത് കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന തന്റെ അമ്മയും അറിയാതെ അവന്റെ കയ്യിലുള്ള തോക്ക് ട്രിഗറായിട്ട് അവന്റെ അമ്മയുടെ തലയിലേക്ക് ബുള്ളറ്റ് കൊണ്ട് അവന്റെ അമ്മയെ അവൻ തന്നെ കൊല്ലുകയും ചെയ്തു. അപ്പൊ സത്യത്തിൽ ഈ ഒരു കഥാപാത്രം പറയുന്ന ആ സ്റ്റോറി നമ്മുടെ ഹീറോയുടെ സ്റ്റോറിയാണ്. അങ്ങനെയാണെങ്കിൽ ഹീറോ ഫിയോണയോട് പറഞ്ഞ ആ ഒരു കഥയുണ്ടല്ലോ, തന്റെ അമ്മയെ വേറെ ആരോ ഷൂട്ട് ചെയ്ത് കൊന്നു, അത് കള്ളമായിരുന്നു. സത്യത്തിൽ ഹീറോ ആണ് കുട്ടിക്കാലത്ത് അതുപോലൊരു കാര്യം ചെയ്തത്. അതിന്റെ ആ ഒരു കുറ്റബോധത്തിലും കൂടിയാണ് അവൻ ഈ ഒരു ഹോട്ടലിൽ വെച്ച് മരിക്കാനും ശ്രമിച്ചതെന്ന് തോന്നുന്നു. അങ്ങനെ ഹീറോ ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു കണ്ണാടിക്കുള്ളിൽ ഇവൻ ക്രിയേറ്റ് ചെയ്ത ഒരു കഥാപാത്രങ്ങളുണ്ടല്ലോ കഥയ്ക്ക് വേണ്ടിയിട്ട്. അതിൽ 2 കഥാപാത്രങ്ങളിൽ ആ ഒരു ചെറിയ പയ്യൻ ഒരു വശത്തേക്ക് കൈ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും. അപ്പോൾ ഹീറോ വിചാരിക്കും രക്ഷപ്പെട്ട് പോകാനായിട്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും എന്ന് വിചാരിച്ച് ആ ഒരു വശത്തേക്ക് ചെല്ലുമ്പോൾ ഫിയോന പറഞ്ഞ ആ ഒരു റെക്കോർഡ് അതിന്റെ ബാക്കി കേൾക്കാണ്. എന്താന്ന് വെച്ചാൽ അതിന്റെ താഴേക്ക് പോകാനായിട്ട് ഈ ലിഫ്റ്റിനൊരു സ്വിച്ച് ഉണ്ട്. അതിൽ ഞെക്കി കഴിഞ്ഞാൽ താഴേക്ക് പോകാൻ കഴിയും, പക്ഷേ മുകളിലേക്ക് വരാനായിട്ട് താഴത്തെ ബട്ടൺ വർക്കല്ല. അതുകൊണ്ട് മുകളിൽ നിന്ന് ഒരാൾ ഞെക്കിയാലേ ഈ ലിഫ്റ്റ് വീണ്ടും മുകളിലേക്ക് വരത്തുള്ളൂ. ഇവിടെയാണ് നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഐഡിയ വരുന്നത്. എന്താന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ക്ലോക്കിന്റെ മുകളിലായിട്ട് ഒരു ചെറിയ പാവയുണ്ടെന്നും അത് ഓരോ മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അലാറം പോലെ ഇങ്ങനെ അടിക്കുമെന്നും. അപ്പോൾ ആ ഒരു ബെല്ല് മാത്രം ഹീറോ ഇങ്ങനെ ഊരി മാറ്റും. എന്നിട്ട് ആ പാവ അടിക്കുന്നതിന്റെ പിറകെ തന്നെയാണ് ഈ ചെറിയ ലിഫ്റ്റിന്റെ സ്വിച്ച് ഉള്ളത്. അതുകൊണ്ട് അതിൽ ഒരു ടൈം സെറ്റാക്കി വെച്ചിട്ട് ഇപ്പോൾ കറക്റ്റ് ടൈമിൽ ആ ഒരു പാവ ഈ മണിയിൽ അടിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും അതിന്റെ ആ ഒരു ചെറിയ കമ്പി അത് വന്ന് കൊള്ളുന്നത് ഈ ഒരു സ്വിച്ചിലാണ്. അപ്പോൾ സ്വിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിച്ച് ഈ ഒരു ലിഫ്റ്റ് മുകളിലേക്കും താഴേക്കും പോകും. അങ്ങനെ ഹീറോ ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് ഒരു ലിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മുകളിലേക്കും താഴേക്കും പോകാനായിട്ടുണ്ടല്ലോ, അതിലൊരു ഭാഗത്തിലാണ് ഫിയോണയുടെ ശരീരം ഇരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു സ്വിച്ച് വീണ്ടും ഞെക്കുമ്പോഴത്തേക്കും ആ ഒരു ഭാഗം മുകളിലേക്ക് വന്നിട്ട് അതിൽ ഫിയോണയുടെ ശരീരമുണ്ട്. അപ്പോൾ അത് കാണാതെ പോയതല്ല. അങ്ങനെ അവൻ ഫിയോണയുടെ ശരീരം വലിച്ച് പുറത്തേക്ക് എടുത്ത് അവിടെയുള്ള ചെയറുണ്ട് അതിലേക്ക് ഇരുത്തും. എന്നിട്ട് ഹീറോ എന്താ ചെയ്യുന്നത്, അവന്റെ കയ്യിലുള്ള ആ ഒരു റാന്തലും വെച്ചിട്ട് അവൻ ആ ഒരു ലിഫ്റ്റിലേക്ക് കയറിയിരുന്ന് ഈ ബട്ടൺ അങ്ങ് പ്രസ് ചെയ്യും. ഇപ്പൊ ഈ ഒരു ലിഫ്റ്റ് അവനെ കൊണ്ട് നേരെ താഴേക്ക് പോവാണ്. അങ്ങനെ ലിഫ്റ്റ് നേരെ താഴേക്ക് വന്ന് അവൻ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ താഴെയുള്ള ആ ഒരു സ്വിച്ച് ഉണ്ടല്ലോ അത് വർക്കാവുന്നില്ല. അതുമല്ല മുകളിലാണെങ്കിൽ അവൻ ആ ഒരു ക്ലോക്കിൽ ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ ഈ ഒരു ലിഫ്റ്റിലേക്ക് കയറിയാൽ മാത്രമേ ആ ഒരു അലാറം അടിക്കുമ്പോഴത്തേക്കും ഈ സ്വിച്ചിലേക്ക് ആ ഒരു പാവ കൊണ്ടടിച്ചിട്ട് ഇവന് മുകളിലേക്ക് പോകാനും കഴിയത്തുള്ളൂ. അങ്ങനെ താഴേക്ക് വന്ന ഹീറോ അവിടെ ലൈറ്റ് എല്ലാം ഓണാക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും എല്ലാ ലൈറ്റും കറക്റ്റായിട്ട് കത്തുന്നില്ല. ഓക്കെ, എന്തായാലും വെളിയിലേക്ക് പോകാനായിട്ട് ഇതുവഴി വേറെ എന്തെങ്കിലും വഴി ഉണ്ടാവുമോ എന്നറിയാൻ വേണ്ടി അവൻ ആ ഒരു റാന്തൽ വെച്ചിട്ട് കുറച്ച് മുന്നിലേക്ക് വരുമ്പോൾ അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അതും ഈ കീ, അതേപോലെ തന്നെ വിസിൽ, ഇങ്ങനെ പല കാര്യങ്ങളും, പാവ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് ഹീറോ കുറേ ദൂരം നടന്നു പോകുന്നുണ്ടെങ്കിലും അവന് പ്രത്യേകിച്ച് വഴിയൊന്നും കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. അങ്ങനെ അവിടെ ഒരിടത്തിരുന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് ആ റെക്കോർഡർ ഉണ്ടല്ലോ അതിലെ ഫിയോണ പറഞ്ഞ ബാക്കി കാര്യങ്ങൾ കേൾക്കുന്നത്. എന്താന്ന് വെച്ചാൽ അവൾ അതിന്റെ താഴെ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈ ഒരു ഭാഗത്ത് ആരും ഉള്ളതുപോലെ, അയ്യോ ഇവിടെ ആരും ഉണ്ട്, ആരും എന്നെ എന്താ ചെയ്യാൻ പോകുന്നല്ല പറഞ്ഞ് അവൾ എന്തോ ഒരു കാര്യം കണ്ട് പേടിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവൾ പേടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ ഹീറോ നിൽക്കുന്ന ഭാഗത്ത് എന്തോ ഒരു കാര്യം ഉണ്ടായിരിക്കണം. അതുമല്ല ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പലയിടങ്ങളിൽ നിന്നും എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്, ആരോ കരയുന്നത് പോലെയെല്ലാം. ഇത് കേട്ട് ഹീറോ തന്റെ വാച്ചിൽ നോക്കുമ്പോൾ ഇപ്പൊ ആ ഒരു അലാറം അടിക്കാനുള്ള സമയം ആവാറായി. അതിനു മുന്നേ ആ ഒരു ലിഫ്റ്റിലേക്ക് കയറി ഇരുന്നാലേ മുകളിൽ ആ ഒരു അലാറം അടിക്കുമ്പോഴത്തേക്കും സ്വിച്ച് വർക്കായിട്ട് ഹീറോയ്ക്ക് മുകളിലേക്ക് പോകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഹീറോ പെട്ടെന്ന് ഓടി വന്ന്
ആ ഒരു ലിഫ്റ്റിലേക്ക് കയറി ഇരിക്കുന്നതും ഇപ്പോ അലാറം ടൈം കറക്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ആ ഒരു സ്വിച്ച് വർക്ക് ആവുന്നില്ല. എന്താന്ന് വെച്ചാൽ ആ ഒരു പാവ അവിടെ സ്റ്റക്കായി പോയി. ഇപ്പോൾ മുകളിലേക്കും പോകാൻ കഴിയുന്നില്ല. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഉള്ളിൽ നിന്നും എന്തോ ഒരു രൂപം അവന്റെ അടുത്തേക്ക് വരുന്നത് പോലെ അവിടെയുള്ള ലൈറ്റുകളെല്ലാം അണഞ്ഞിട്ട് എന്തോ ഒരു കാര്യം അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പ്രേതമാണോ മനുഷ്യനാണോ എന്താണെന്ന് അറിയത്തില്ല. ഹീറോ പേടിച്ചിരിക്കുന്നതും ഇപ്പൊ ആ ഒരു ലിഫ്റ്റ് കറക്റ്റ് വർക്കാവാൻ തുടങ്ങാണ്. അതേ സമയം അവൻ നോക്കുമ്പോഴത്തേക്കും അവിടെ നിന്നും ഒരു സ്ത്രീ ദേ ഇതുപോലെ വരുന്നുണ്ട്. എന്നിട്ട് പതി അവന്റെ അടുത്തേക്ക് വരുന്നതും പെട്ടെന്ന് ആ ഒരു ലിഫ്റ്റ് മുകളിലേക്ക് പോയി എന്തോ ഭാഗ്യത്തിന് ഹീറോ രക്ഷപ്പെട്ടു. അപ്പോൾ എന്തായാലും ആ ഒരു പെണ്ണ് പറഞ്ഞതുപോലെ താഴെ എന്തോ ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതിനു മുന്നേ ഒരു സീനിൽ ആൽബി എന്ന് പറഞ്ഞ അവൻ മുകളിലേക്ക് വന്നിട്ട് ഈ ഒരു ലിഫ്റ്റിനകത്ത് ആ ഒരു മന്ത്രവാദിനിയെ കണ്ടു എന്ന് പറഞ്ഞല്ലോ. അതേ മന്ത്രവാദിനിയാണിത്. അപ്പോൾ ആൽബി പറഞ്ഞ അല്ലെങ്കിൽ ഫിയോണ പറഞ്ഞ ആ ഒരു മന്ത്രവാദിനി അത് സത്യമായിരുന്നു. അങ്ങനെ മുകളിലേക്ക് വരുന്നതും എന്തോ ഭാഗ്യത്തിന് പെട്ടെന്ന് അവൻ ആ ഒരു ലിഫ്റ്റിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്നതും ഈ ലിഫ്റ്റ് പെട്ടെന്ന് താഴേക്ക് പോകും. എന്നിട്ട് ഹീറോ ഇപ്പൊ ആ ഒരു ലിഫ്റ്റ് വരുന്ന ഭാഗമുണ്ടല്ലോ അതിലേക്ക് താഴേക്ക് നോക്കി നിൽക്കാണ്. ആരെങ്കിലും വരുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി. പെട്ടെന്ന് കാണിക്കുമ്പോൾ ആ മന്ത്രവാദിനി ഈ ഒരു ചുമരിൽ പിടിച്ചിട്ട് പതിയെ മുകളിലേക്ക് കയറി വന്ന് ഈ ഒരു ചിലന്തികളൊക്കെ വരുന്നത് പോലെ. ഇത് കണ്ട് ഹീറോ പെട്ടെന്ന് അവിടുത്തെ ഡോർ അടച്ച് അവിടെ നിന്നും അടുത്ത മുറിയിലേക്ക് വന്നിട്ട് ആ ഒരു ഡോർ അടയ്ക്കുമ്പോഴത്തേക്കും ആ മന്ത്രവാദിനി ഇപ്പോൾ മുകളിലേക്ക് കയറി വന്ന് ഹീറോയെ പിടിക്കാനായിട്ട് വരാണ്. ഹീറോയ്ക്ക് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഓരോ മുറിയിലൂടെ ചാടി ഇറങ്ങി ഓടി അവസാനം ആ ഒരു ബാത്റൂമുണ്ടല്ലോ അഴുക്കായിട്ട് കിടക്കുന്ന സ്മെല്ലൊക്കെ ഉള്ള അതിലേക്കെല്ലാം വന്ന് വീണ് അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് ഇപ്പോഴും അവന്റെ പിറകെ തന്നെയുണ്ട്. അവസാനം ആ ഒരു ബെഡ്റൂമിലേക്ക് വന്നിട്ട് ഹീറോ ഇപ്പോഴാണ് ഫിയോണ പറഞ്ഞ ആ ഒരു കാര്യം ആലോചിക്കുന്നത്. പെട്ടെന്ന് ഒരു ചോക്കെടുത്ത് ആ ഒരു കട്ടിലിന് ചുറ്റുമായിട്ട് അവനിങ്ങനെ വരയ്ക്കും. എന്നിട്ട് കട്ടിലേക്ക് കയറിയിരിക്കുന്നതും ഈ മന്ത്രവാദിനി കട്ടിലിനടുത്ത് വരെ വന്നു. എന്തായാലും ഫിയോണ പറഞ്ഞത് സത്യമായിരുന്നു. ആ ചോക്കിനുള്ളിലേക്ക് മന്ത്രവാദിനിക്ക് ഒരിക്കലും കയറാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആ ഒരു കട്ടിലിന് ചുറ്റുമായിട്ട് അവരിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് നടക്കുകയാണ്. ഹീറോ അതിനകത്ത് തന്നെ ഇരുന്നിട്ട് അവരെ നല്ലപോലെ കാണുന്നുണ്ട്. ഇപ്പോൾ ഹീറോയ്ക്ക് നല്ല പേടിയാവുന്നുണ്ട്. കാരണം ഇതിനു മുന്നേ ഇതൊന്നും അവൻ വിശ്വസിക്കാത്ത കാര്യങ്ങളായിരുന്നു. പക്ഷെ ഇതെല്ലാം ഇപ്പോൾ നേരിട്ട് കാണുമ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ ആ മന്ത്രവാദിനി ഹീറോ വെളിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഹീറോ ആണെങ്കിലോ ചത്താലും വെളിയിൽ ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞ് അതിനകത്ത് തന്നെ ഇരിക്കുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കാണ് ഈ ഹോട്ടലിന് വെളിയിൽ ആ ഒരു മാനേജർ ഉണ്ടല്ലോ അവൻ വീണ്ടും വന്നു. ഹീറോ മരിച്ചു ഇല്ലെന്നറിയാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ വെളിയിൽ വന്ന് നോക്കുമ്പോൾ കാറിൽ മുഴുവൻ രക്തം അതകത്തേക്കും പോയിട്ടുണ്ട്. അത് ഫോളോ ചെയ്ത് അവൻ ഇങ്ങനെ വരുമ്പോഴത്തേക്കാണ് മുകളിൽ ആ ഒരു ലിഫ്റ്റിനടുത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. വന്ന് നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്നത് വേറെ ആരുമല്ല, ജെറി ഉണ്ടല്ലോ. അവൻ ആ ഒരു വാനിൽ നിന്ന് ചാടിയിട്ട് ഇപ്പോൾ വീണ്ടും നമ്മുടെ ഫിയോണ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ നമ്മുടെ ഹീറോ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഹീറോയെ കൂടി രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നത്. ഇപ്പോൾ ആ ഒരു മാനേജർ അവിടേക്ക് വന്നിട്ട് ജെറി നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതുപോലെ ഹീറോയെ രക്ഷിക്കാൻ വന്നതാണ്, അവൻ ഇപ്പോഴും അകത്തുണ്ടാവും എന്ന് പറയുമ്പോൾ ആ ഒരു മാനേജർ പറയും ഇല്ലില്ല, ഞാൻ ഇതുപോലെ വന്നിട്ട് ബെയ്മാനെ ഞാൻ കണ്ടിരുന്നു. അതുമല്ല ഇതിനകത്ത് ഞങ്ങൾ രണ്ടുപേരും നോക്കിയപ്പോൾ ഫിയോണയുടെ ശരീരം ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ബെയ്മാനെ നേരെ എയർപോർട്ടിലേക്ക് കൊണ്ടാക്കിയെന്ന് പറയുമ്പോൾ അല്ല അങ്ങനെയാണെങ്കിൽ അവന്റെ കാർ എന്തുകൊണ്ട് ഇവിടെ കിടക്കുന്നു? അത് വേറെ ഒന്നുമല്ല, അവൻ അന്ന് നല്ലതുപോലെ മദ്യവെച്ചിരുന്നു. അതുകൊണ്ട് കാർ ഓടിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ അവനെ എയർപോർട്ടിലേക്ക് കൊണ്ടാക്കിയത്. ഇനിയിപ്പോൾ നീ കഷ്ടപ്പെട്ട് മുകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല, അവിടെ എന്തായാലും അവളുടെ ശരീരമില്ല എന്ന് പറയുമ്പോഴത്തേക്കാണ് ഇവിടെ നമ്മുടെ ഹീറോ ഇപ്പോൾ അടുത്ത ദിവസം കണ്ണു തുറക്കുന്നു. എന്നിട്ട് അവൻ പേടിച്ച് ചുറ്റിലും നോക്കുമ്പോൾ ആ ഒരു മന്ത്രവാദിനിയെ കാണാനില്ല. അങ്ങനെ അവൻ ആ ഒരു ചോക്ക് വരണ്ടല്ലോ അത് കഴിഞ്ഞ് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് താഴെ ജനാലിലൂടെ ആ ഒരു കാർ കിടക്കുന്നത് അവൻ കാണുന്നത്. അപ്പൊ തന്നെ താഴെ ആരും വന്നിട്ടുണ്ടെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. ഇവിടെ താഴെ കാണിക്കുമ്പോഴത്തേക്കും ജെറിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനാണ് ആ ഒരു മാനേജർ ശ്രമിക്കുന്നത്. അവൻ പറയുന്നുണ്ട് നിന്റെ ഭാര്യയെ കൊന്ന പേരിൽ പോലീസുകാർ നിന്നെ പിടിക്കാനായിട്ട് വരാണ്. അതുകൊണ്ട് നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോ, വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബെയ്മാന്റെ കാർ എടുത്തുകൊണ്ട് പോയിക്കോ എന്ന് പറയുന്നത് നമ്മുടെ ജെറി ഇപ്പൊ അതെല്ലാം വിശ്വസിച്ച് പെട്ടെന്ന് വെളിയിലേക്ക് വന്നിട്ട് ബെയ്മാന്റെ ആ ഒരു കാറിലേക്ക് കയറും. ഇത് കണ്ട നമ്മുടെ ഹീറോ ആണെങ്കിലോ പെട്ടെന്ന് എങ്ങനെയെങ്കിലും അവന്റെ വിളിക്കണമല്ലോ. ജെറിയെ മുകളിൽ നിന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അവൻ കേൾക്കുന്നില്ല. ഇപ്പോ ഇവിടെയാണ് ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഈ ഒരു റൂമിൽ നിന്നും ഒരു സ്വിച്ചിൽ പിടിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴെയുള്ള ബെല്ല് അതടിക്കും. അതുകൊണ്ട് ഹീറോ അതിലേക്ക് പിടിച്ചിട്ട് 2-3 തവണ ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്കും താഴത്തെ ആ ഒരു ബെല്ലടിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജെറി ഇത് കേൾക്കുന്നില്ല, അവൻ വെളിയെ നിൽക്കല്ലേ. മാനേജർ ഇത് കേൾക്കുന്നുണ്ട്. ജെറി എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് മാനേജർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെ ഹീറോ കുറേ നേരം ട്രൈ ചെയ്ത് അവസാനം അതിന്റെ വയറങ്ങ് പൊട്ടിപ്പോവും. ഇപ്പൊ അത് മാനുവലായിട്ട് കൈകൊണ്ട് വലിച്ചാൽ മാത്രമേ വർക്ക് ആവത്തുള്ളൂ. അങ്ങനെ ഹീറോ താഴേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് വീണ്ടും ജെറി ഇപ്പൊ ആ ഒരു കാർ തുറന്ന് അകത്തേക്ക് വരുന്നു. മാനേജർ ആണെങ്കിൽ പേടിച്ചിട്ട് ഡോറിനടുത്ത് തന്നെ നിന്ന് ജെറി അകത്തേക്ക് വരുമ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, കാറിന്റെ കീ ഞാൻ എടുത്തില്ല എന്ന് പറയുന്നത് മാനേജർ പറയും ഓക്കെ ഞാൻ ഇപ്പൊ എടുത്തു തരാമെന്ന് പറഞ്ഞ് അവൻ ആ ഒരു കീ എടുക്കാനായിട്ട് പോകുമ്പോൾ ഹീറോ ആ ഒരു സ്വിച്ചുള്ള ഭാഗം ഉണ്ടല്ലോ അത് ഇടിച്ച് പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് കൈയിട്ട് ആ ഒരു കയറിൽ പിടിച്ചിട്ട് ഇപ്പോൾ വലിക്കുകയാണ്. അങ്ങനെ വലിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജെറി അത് കേൾക്കുന്നില്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോകാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല എന്ന് വിചാരിച്ച് അവസാനം വരെ ഇവിടെ കിടന്ന് മരിക്കാനാണ് വിധി എന്ന് പറഞ്ഞ് ഹീറോ ഇരിക്കുന്നതും ജെറി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് വെളിയിലേക്ക് പോയ ജെറി വീണ്ടും അകത്തേക്ക് വന്നിട്ട് മാനേജർ ചോദിക്കും അല്ല ഇപ്പോൾ എന്തിനാ നീ അകത്തേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് എന്തോ ഒരു സംശയം,
എൻ്റെ ഉള്ളിൽ ഇങ്ങനെയുണ്ട്, അതെന്താണെന്നറിയാതെ എനിക്ക് പുറത്തേക്ക് പോകാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് മാനേജറിനോട് ചോദിക്കും, അല്ല നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? ഹീറോയെ എയർപോർട്ടിലേക്ക് കൊണ്ടാക്കി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നിങ്ങൾ ഇവിടേക്ക് വരേണ്ട ആവശ്യം എന്താ? അത് ഞാൻ ദേ ഈ ഫാമിലി ഫോട്ടോ എടുക്കാനാണ് വന്നത്, എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ വേണ്ടി. ഇത്രയും ദൂരം കാർ ഓടിച്ചു വന്നത് ഈ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയോ? പിന്നെ ഭാര്യമാർക്ക് വേണ്ടി എന്ത് ചെയ്യാനായിട്ട് ഭർത്താക്കന്മാർ തയ്യാറാവണ്ടേ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോ വീണ്ടും ആ ഒരു ബെല്ലിൽ പിടിച്ച് വലിക്കുന്നതും ഇവിടെ താഴെ ആ ഒരു ശബ്ദം കേൾക്കുന്നു. അപ്പോഴും തന്നെ ജെറി അവിടെ ഇരിക്കുന്ന ഒരു കോടാലി എടുത്ത് കയ്യിൽ വെച്ചിട്ട് മാനേജറിനെ മാറ്റി പെട്ടെന്ന് മുകളിലേക്ക് പോകണം. അപ്പോൾ മാനേജർ പിറകെ വന്ന് പറയുന്നുണ്ട്, ജെറി പ്ലീസ് മുകളിലേക്ക് പോകരുത്, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ജെറി അതൊന്നും കേൾക്കാതെ പെട്ടെന്ന് മുകളിലേക്ക് വരും. അപ്പോൾ ആ ഒരു മാനേജർ ആകെ ദേഷ്യപ്പെട്ട് ഇവിടെ നിന്നിട്ട് ഇപ്പോൾ ജെറി മുകളിലേക്ക് വരുന്നത് ഹീറോ ഓടി വന്ന്, ഹേയ് ജെറി ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഡോറ് തുറക്കാൻ പറയുമ്പോൾ ജെറി വന്ന ആ ഒരു ഡോറ് കോടാലി കൊണ്ട് അതിന്റെ ലോക്ക് അങ്ങ് അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ ഹീറോ വെളിയിലേക്ക് വരാനായിട്ട് വരുമ്പോഴത്തേക്കും ജെറി ആ ഒരു റൂമിനകത്തേക്ക് കയറാനായിട്ട് വരാണ്. പെട്ടെന്നാണ് പുറയിലൂടെ വന്ന മാനേജർ ആ ഒരു വില്ലമുണ്ടല്ലോ അത് വെച്ചിട്ട് ജെറിയുടെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് അവനെ അവിടെ വെച്ച് കൊല്ലുന്നു, പാവം. എന്നിട്ട് മാനേജർ പറയും, നീ വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നിനക്ക് ഇത് തന്നെയായിരിക്കും അവസ്ഥയെന്നും പറഞ്ഞ് പെട്ടെന്ന് ആ ഒരു ലെഫ്റ്റിനടുത്തേക്ക് വന്നിട്ട് കീ നോക്കുമ്പോഴത്തേക്കും അവിടെ കീ ഇല്ല, അത് ജെറിയുടെ കയ്യിലാണുള്ളത്. ഈ സമയം കൊണ്ട് നമ്മുടെ ഹീറോ വെളിയിലേക്ക് വന്ന് ജെറിയുടെ അടുത്ത് നിന്ന് ആ ഒരു കീയും എടുത്ത് പെട്ടെന്ന് അകത്തേക്ക് പോകുന്നു. അപ്പോൾ മാനേജർ തിരിച്ചു വന്ന് ജെറിയുടെ ദേഹം പരിശോധിക്കുമ്പോൾ അവിടെ കീ ഇല്ല. അതുകൊണ്ട് മാനേജറിന് ഇപ്പോൾ അകത്തേക്ക് പോകാതെ വേറെ വഴിയില്ല. അതുപോലെ ഇപ്പോൾ മാനേജർ മുകളിലേക്ക് വരുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ചെയ്തിരുന്നു. ഈ ഹോട്ടൽ മുഴുവനായിട്ട് കത്തിക്കാൻ വേണ്ടി താഴെ തീ ഓട്ടോമാറ്റിക്കായിട്ട് കത്തുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് മുകളിലേക്ക് വരുന്നത്. ഇപ്പൊ ആ ഒരു തീയും കത്തിപ്പിടിക്കുന്നുണ്ട്. അതുമല്ല നമ്മുടെ ഹീറോ ആണെങ്കിലോ ആ ഒരു മാനേജർ അകത്തേക്ക് വന്നിട്ട് ഹീറോയോട് ആ ഒരു ചാവി ചോദിക്കുമ്പോൾ ഹീറോ അതിന് മുന്നേ തന്നെ ആ ഒരു ലിഫ്റ്റ് വഴി പെട്ടെന്ന് താഴെ ഇറങ്ങി പോകും. അതുപോലെ അവന് നല്ല പേടിയുണ്ട്, ആ ഒരു മന്ത്രവാദിനി ഇവിടെ ഉണ്ടെന്ന് അവൻ അറിയാം. അതുകൊണ്ട് ഹീറോ കുറച്ച് മുന്നിലേക്ക് ചെന്നിട്ട് അവൻ ആ ഒരു ചോക്ക് പീസ് വെച്ച് അവിടെ ഒരു വട്ടം വരയ്ക്കാണ് അതിനകത്ത് കയറി നിൽക്കാൻ വേണ്ടി. പക്ഷെ ആ ഒരു വട്ടം വരച്ച് പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ ആ ഒരു മന്ത്രവാദിനി ഹീറോയുടെ മുന്നിലേക്ക് വന്നിട്ട് അവനെ ഒരു ചങ്ങലയിൽ ഒരിടത്ത് കെട്ടിയിടുന്നു. കുറെ കഴിയുമ്പോഴത്തേക്കാണ് ആ ഒരു മാനേജർ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത്. എന്നിട്ട് ആ ഒരു വില്ലമ്പും കൊണ്ട് നേരെ താഴേക്ക് ഇറങ്ങി വന്ന് മാനേജർ കുറച്ച് മുന്നിലേക്ക് വരുമ്പോൾ അയാൾ അന്വേഷിച്ചു വന്ന ആ ഒരു കീ ഉണ്ടല്ലോ അത് അവിടെ കെട്ടിത്തൂക്കിട്ടേക്കാണ്. അപ്പൊ അതെടുക്കാൻ വേണ്ടി ആ ഒരു മാനേജർ ആ ഒരു കീ വലിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് വരുന്നില്ല. ഇതേ സമയം ദൂരെ നിന്നും ആ ഒരു മന്ത്രവാദിനി വരുന്ന ആ ഒരു ശബ്ദം ഈ മാനേജറും കേൾക്കുന്നുണ്ട്. പക്ഷെ അവനത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞെന്താണ് പെട്ടെന്ന് ആ ഒരു മന്ത്രവാദിനി വന്ന് നമ്മുടെ മാനേജറിനെ അങ്ങനെ പിടിച്ചിട്ട് അവന്റെ കയ്യിലും ചങ്ങലയിടും. ഇതവൻ പ്രതീക്ഷിക്കത്തില്ല, ഇതെല്ലാം പെട്ടെന്ന് നടക്കുന്ന ഒരു മാജിക് പോലെ. അത് കഴിഞ്ഞ് അവനെ വലിച്ചെടുത്ത് ഏതോ ഒരു മുറിയിലടുത്തേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പൊ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ മരിച്ചിട്ടില്ല, അവൻ ഇപ്പോഴും ആ ഒരു വട്ടത്തിനകത്ത് തന്നെ ഇരിക്കുകയാണ്. പക്ഷെ അവന്റെ കയ്യിൽ ചങ്ങലയുണ്ടെന്ന് മാത്രം. അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ മുന്നിലേക്ക് അവന്റെ അമ്മയുടെ ആത്മാവ് വന്നിട്ട് ഇത്രയും നാളും തന്റെ അമ്മയെ കൊന്ന ആ ഒരു കുറ്റബോധത്തിലാണ് ഹീറോ ജീവിച്ചിരുന്നത്. പക്ഷെ അവന്റെ അമ്മയുടെ ആത്മാവ് ഇപ്പോൾ അവിടെ വന്നിട്ട് നീ ആ ഒരു കുറ്റബോധം മനസ്സിൽ കൊണ്ട് ഇനി ജീവിക്കേണ്ട ആവശ്യമില്ല, നീ ഇനി സമാധാനമായിട്ട് ഒരു കുഴപ്പമില്ലാതെ ജീവിക്കണമെന്നെല്ലാം പറഞ്ഞ് അവനെ സമാധാനപ്പെടുത്തുന്നു. ഇപ്പൊ കാണിക്കുമ്പോഴാണ് ആ ഒരു മന്ത്രവാദിനി അങ്ങനെ ഒരു റൂമിന്റെ അടുത്തേക്ക് വന്നിട്ട് ആ ഡോർ തുറക്കുന്നതും അവർ ഇത്രയും കാലം പിടിച്ചു വെച്ചിരുന്ന ആത്മാക്കളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം അതിനകത്തുണ്ട്. അതിനടുത്തേക്ക് ഒരു മാനേജറിനെ വലിച്ചെടുത്തോണ്ട് പോവാണ്. മാനേജർ പറയുന്നുണ്ട് എന്നെ രക്ഷപ്പെടുത്താനായിട്ട്. പക്ഷേ ഹീറോ ഒന്നും ചെയ്തില്ല. ഹീറോയുടെ മുന്നിലൂടെ തന്നെ മാനേജറിനെ കൊണ്ടുപോയിട്ട് അവനെ അതിനകത്തേക്ക് കൊണ്ടുവന്ന് ഡോർ അടയ്ക്കുന്നു. ഇപ്പൊ അത് കഴിഞ്ഞ അടുത്തത് നമ്മുടെ ഹീറോയെ കൊണ്ടുപോകാൻ പോവാണ്. അതിനു മുന്നേ ഹീറോയ്ക്ക് രക്ഷപ്പെടണം. ഇപ്പോൾ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാല് ഫിയോന അവന്റെ കയറ് കട്ട് ചെയ്ത ആ ഒരു ഹാക്സോ ഫ്രെയിം ഉണ്ടല്ലോ അത് ചെറിയ ഒരെണ്ണമാണ്, അത് വെച്ചിട്ട് അവൻ ആ ഒരു ചങ്ങല കട്ട് ചെയ്യും. അങ്ങനെ കട്ട് ചെയ്ത് അവസാനം ആ ഒരു ചങ്ങല പൂർണ്ണമായിട്ട് കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ഓടി വരുന്ന വഴിക്കാണ് ആ ഒരു കീ അവിടെ തൂങ്ങിക്കിടക്കുന്നത്. ഇപ്പൊ അതും ഹീറോ എടുത്തിട്ട് അവിടെ നിന്നും ഈ ഒരു മന്ത്രവാദിനെ അവനെ പിടിക്കുന്നതിന് മുന്നേ തന്നെ നേരെ മുകളിലേക്ക് വരുന്നു. അങ്ങനെ ആ ഒരു ലിഫ്റ്റ് വഴി അവൻ മുകളിലേക്ക് കയറിയിട്ട് പക്ഷെ ഇവിടെയാണ് ഒരു കാര്യം, ഈ ലിഫ്റ്റ് മുകളിൽ നിന്ന് ഒരാൾ പ്രസ് ചെയ്യാതെ എങ്ങനെ ഇത് മുകളിലേക്ക് വരുമെന്നല്ലേ. അവിടെയാണ് ഒരു കാര്യം കാണിക്കുന്നത്. ഫിയോനയുടെ ശരീരം അത്രയും നേരം ആ ഒരു ചെയറിലിരിക്കുമ്പോൾ കണ്ണ് തുറന്നാണ് ഇരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഹീറോ രക്ഷപ്പെട്ട് പോകുമ്പോഴത്തേക്കും അവളുടെ കണ്ണ് കാണിക്കുമ്പോൾ കണ്ണ് അടച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് അവളുടെ ആത്മാവ് ഏതോ ഒരു രീതിയിൽ ഹീറോയെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ താഴേക്ക് വരുമ്പോൾ ഈ മാനേജർ ഈ ഒരു ഹോട്ടലിന് തീയിട്ടത് കൊണ്ട് നല്ലതുപോലെ തീയെല്ലാം പിടിച്ചിട്ട് അവൻ ആ ഒരു ലിഫ്റ്റ് വഴി താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഈ പുകയെല്ലാം ശ്വസിച്ച് ഹീറോയുടെ ബോധം നഷ്ടപ്പെട്ട് അവൻ താഴേക്ക് വീഴുന്നു. കറക്റ്റ് സമയത്താണ് അവിടേക്ക് ഫ്രാങ്കൽ എന്ന് പറഞ്ഞ അവൻ വരുന്നത്. അവൻ വന്നിട്ട് എന്താണ് നമ്മുടെ ഹീറോയെ കണ്ട് ആ ഹോട്ടലിൽ നിന്നും ഹീറോയെ രക്ഷപ്പെടുത്തി എങ്ങനെ ഒരു വിളിയിലേക്ക് കൊണ്ടുവരും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹീറോ ഹോസ്പിറ്റലിൽ നിന്ന് കണ്ണുറക്കുമ്പോഴത്തേക്കാണ് ഹീറോയെ കാണാൻ വേണ്ടി ആൽബി എന്ന് പറഞ്ഞിട്ട് അവൻ വരുന്നത്. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല നീ എങ്ങനെ ഇവിടെ വന്നേ, നീ ഇവിടെ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ ഇവിടെയുള്ള ഒരു ഐസ്ക്രീം ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്, നിന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്തെന്ന് അറിഞ്ഞിട്ട് കാണാൻ വന്നതാണ് എന്ന് പറഞ്ഞ് ഹീറോയോട് സംസാരിച്ച് ഇപ്പം അവൻ പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഒരു സോറി പറയാനുണ്ട്. എന്തിന്? അന്ന് നിങ്ങൾ കുടിച്ച ആ ഒരു ഡ്രിങ്കില്ലേ അതിൽ ഞാൻ ആ ഒരു മാജിക് മഷ്റൂം ഇട്ടിരുന്നു. കാരണം നിങ്ങൾ അന്ന് എൻ്റെ കൈ പൊള്ളിച്ചതുകൊണ്ട് എനിക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടതാണ്.
അതുകൊണ്ട് സോറി എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നതും. ഇപ്പൊ ഈ കാര്യം കൂടി പറഞ്ഞതുകൊണ്ട് ഹീറോയ്ക്ക് ആ ഒരു മുറിക്കകത്തേ കയറിയിട്ട് ആ ഒരു മന്ത്രവാദിനിയെ കണ്ട കാര്യം, അവിടെ നടന്ന സംഭവങ്ങൾ, ഇതെല്ലാം വെറും തോന്നലാണോ അതോ റിയൽ ആയിട്ട് സംഭവിച്ചതാണോ എന്നറിയാൻ കഴിയുന്നില്ല. കാരണം ജെറി ഒരു സീനിൽ പറയുമല്ലോ, മാജിക് മഷ്റൂം കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ആത്മാക്കളെയൊക്കെ കാണാൻ കഴിയുമെന്ന്. പക്ഷെ അപ്പോഴും ഒരു സംശയമുണ്ട്. അവന്റെ കൈ നോക്കുമ്പോൾ അവന്റെ കയ്യിൽ ആ ഒരു ചങ്ങലയിട്ട പാടുകൾ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ വെച്ച് ഈ ഒരു മൂവിയും അവസാനിക്കുന്നു. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് നടന്ന കാര്യങ്ങളൊക്കെ റിയൽ ആണെന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.